സൈനുദ്ദീൻ ഇബ്നു അലി ഹസൻ അൽ മഖ്ദൂമി, അതാണ് ഓക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദിന്റെ പൂർണ്ണമായ പേര്. മഖ്ദൂം പരമ്പരയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു പണ്ഡിതനായിരുന്നു. ഹദീസ്, ഫിഖ്ഹ്, തസവുഫ്, മറ്റ് എല്ലാ വിഷയങ്ങളിലും കഴിവുറ്റ ഉയർന്ന പണ്ഡിതനായതോടുകൂടെ ഗോളശാസ്ത്രം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാലത്ത് അത്രയും അഗ്രഗണ്യനായ മറ്റൊരു പണ്ഡിതനെ എന്റെ അറിവിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് അറിവുണ്ട് എന്നത് മാത്രമല്ല, ഗോളശാസ്ത്രത്തെ സംബന്ധിച്ച് ശിഷ്യന്മാർക്ക് ഉദാഹരണ സഹിതം വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്നതിലുള്ള കഴിവ് ഏറ്റവും വലിയ കഴിവായിരുന്നു ഉസ്താദിന്റേത്. 1958, 59, 60 കാലങ്ങളിലാണ് ഷെയ്ഖുനായുടെ അടുക്കൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. തലക്കടത്തൂരിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഇഹ്യാഉസ്സുന്ന അറബിക് കോളേജിന്റെ ബിൽഡിംഗ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. വിദേശത്തു നിന്നുള്ള പിരിവുകളോ മറ്റ് പ്രധാനമായ വരുമാന മാർഗങ്ങളോ ഇല്ലാത്ത ആ സ്ഥാപനത്തിന്റെ തുടക്കത്തിൽ തലക്കടത്തൂരിൽ നിന്നും പല വ്യക്തികളോടും സംഭാവനയായും കടമായും സംഖ്യകൾ ശേഖരിച്ച് വൈകുന്നേരമാകുമ്പോൾ ജോലിക്കാർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. പല ദിവസവും തലക്കടത്തൂരിൽ നിന്ന് ഒതുക്കുങ്കൽ വരെ ബസ്സിൽ പോയി ഇഹ്യാഉസ്സുന്നയുടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള കൂലിയുമായി ഞാനും പോയിട്ടുണ്ട്. അങ്ങനെ ദർസ് നടത്തുന്നതിൽ ഏറ്റവും വലിയ കഴിവും പ്രാപ്തിയും ഉത്സാഹവും ഉള്ളതോടൊപ്പം ഇഹ്യാഉസ്സുന്നയുടെ സ്ഥാപനത്തിലും കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. തഹജ്ജുദ് നിസ്കാരം ഉൾപ്പെടെ സുന്നത്ത് നിസ്കാരങ്ങളും ഫർള് നിസ്കാരങ്ങളും കഴിച്ചാൽ സാധാരണ നിത്യ വൃത്തിയുടെ കാര്യങ്ങളും ഒഴിച്ചാൽ ബാക്കിയുള്ള സമയം മുഴുവനും ദർസിൽ മുഴുക്കിയ ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് എന്നതിൽ സംശയമില്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ 100-ലധികം ഉന്നതരായ വിദ്യാർത്ഥികൾ അവിടുത്തെ ദർസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏത് കാലവും 100-ലധികം വിദ്യാർത്ഥികൾക്ക് ദർസ് നടത്തുന്ന ഉയർന്ന ദർസായിരുന്നു ഉസ്താദ് അവർകളുടേത്. ആ ദർസിൽ നിന്നും പഠിച്ച് വളർന്ന നിരവധി ആലിമീങ്ങളും അവരുടെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും ഇന്ന് നിലവിൽ ഉണ്ട്. കേരളത്തിലെ മിക്ക പണ്ഡിതന്മാരും ഉസ്താദിന്റെ ശിഷ്യന്മാരോ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ ആയി മനസ്സിലാക്കാം. അത് അവിടുത്തെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. സന്താനങ്ങളാവട്ടെ എല്ലാ മക്കളും ആലിമീങ്ങളും മുത്തഖീങ്ങളും ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണ്. അതും ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ഭാഗ്യങ്ങളിൽ ഒന്നായി ഞാൻ കാണുന്നു. അങ്ങനെ ആത്മീയമായ സന്താനങ്ങളും ശാരീരികമായ സന്താനങ്ങളും രണ്ടു വിധത്തിലുള്ള സന്താനങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കുന്ന അനവധി പേർ ഉണ്ട് എന്നത് ഉസ്താദിന്റെ ഏറ്റവും ബഹുമാനപ്പെട്ട മഹത്വത്തോട് യോജിക്കുന്ന ശ്രേഷ്ഠതയാണ്. മഹാനായ ശൈഖുന ഉസ്താദുൽ അസാതീദ് സൈനുദ്ദീൻ ബിൻ അലി ഹസൻ
നവ്വറല്ലാഹു മർക്കദ. അദ്ദേഹം ശരയ്യായ ഇൽമു പഠിച്ചു. മനുഷ്യന്റെ ജീവൻ റൂഹ് കൊണ്ടായ പോലെ ഇസ്ലാമിന്റെ ജീവൻ അറിവ് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ മഹാൻ. ആ ജീവൻ ഈ ലോകത്ത് ഉള്ള ജനങ്ങളെ ജീവിപ്പിക്കണം എന്ന ആ ആശയോടുകൂടെയും പരിശ്രമത്തോടുകൂടെയും ജീവിതകാലം മുഴുവനും പഠിച്ച അറിവുകൾ ജനങ്ങൾക്ക് അറിയിക്കുകയും ആയിരക്കണക്കിൽ ഖേമന്മാരായ ശിഷ്യന്മാരെ വാർത്തെടുക്കുകയും അതിൻ്റെ പുറമെ ഒരു പഠന കേന്ദ്രം എന്നുള്ള രൂപത്തിൽ ഒരു സ്ഥാപനം സ്ഥാപിക്കുകയും ജീവിതകാലം മുഴുവനും നമ്മൾ ഈ സ്ഥാപനം ശരയ്യായ ഇൽമ് പഠിപ്പിക്കുന്ന സ്ഥാപനമായി ലോകാവസാനം വരെ നിലനിൽക്കണമെന്ന് പ്രാർത്ഥിക്കുകയും കഴിവുള്ള കൂട്ടരെ വാർത്തെടുത്തിട്ട് അവർക്ക് ഉപരിപഠനം കൊടുത്ത് നല്ല പണ്ഡിതന്മാരാക്കി ദർസ് നടത്താൻ യോഗ്യരായ ആളുകളാക്കി വിടണം. അവർക്ക് നല്ല ചിട്ട വേണം. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാകണം, ദീനിനെ പ്രചരിപ്പിക്കുന്നവരാകണം എന്നുള്ള രൂപത്തിൽ ശിഷ്യന്മാരെ ഏത് കാലത്തും ഉപദേശിച്ച് നിർദ്ദേശിച്ച് മനുഷ്യന്മാരെ ഏത് മേഖലയിലേക്കും കടന്നു ചെല്ലുന്ന ഒരു പ്രകാശം ഈ ലോകത്ത് കാഴ്ചവെച്ച് പോയ ഒരു മഹാനാണ് ഉസ്താദുൽ അസാത്തീദ് സൈനുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. അവരുടെ സ്ഥാപനമാണിത്. യഹ്യാഉ സുന്ന, സുന്നത്ത് അതാണ് യഥാർത്ഥ അറിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതമാണ് യഥാർത്ഥ അറിവ്. മായം ചേർക്കാത്ത അറിവ് അതാണ്. നമ്മളെ തോന്നലുകളോ ഊഹാപോഹങ്ങളോ കണ്ടു കേൾവി കൊണ്ടുള്ള അറിവുകളോ അതിന് ചിലപ്പോൾ സത്യമുണ്ടായിരിക്കൂല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത്, ആ സുന്നത്താണ് യഥാർത്ഥ അറിവ്. ആ അറിവാണ് ഇസ്ലാമിന്റെ ജീവൻ എന്ന നിലയ്ക്ക് യഹ്യാഉ സുന്ന എന്ന ഒരു പേരിൽ സ്ഥാപിച്ച ഈ സ്ഥാപനത്തിന് 50 വർഷം വിട്ടുകിടക്കാൻ പോവുകയാണ്. ആ സമ്മേളനം ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഉപകാരപ്പെട്ടതാകട്ടെ. സ്ഥാപനത്തിന് ഒന്നും കൂടി പ്രചാരവും വികസനവും നന്മയും ഏറുന്ന ഒരു കൊണ്ടാട്ടമാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. സമാധാനീയരായ നേതാക്കൾ, നല്ലവരായ സഹോദരങ്ങൾ, കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഇസ്ലാമിക കലാലയം ജാമിയ ഇഹ്യാഉ സുന്നയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്ന ഈ സംഗമവേദിയിൽ നാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഭൗമലോകത്ത് സുഖകരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് മരണാനന്തര ജീവിതമടക്കം സന്തുഷ്ടമാക്കുന്നതിന് അനിവാര്യമായ നിർദ്ദേശങ്ങളുടെ സമാഹാരമായ വിശുദ്ധ ഇസ്ലാം പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യന് അനുവദിച്ചു നൽകിയപ്പോൾ അവ സമൂഹത്തിൽ കൃത്യമായും ബോധ്യപ്പെടുത്തുന്നതിനും പ്രബോധനം ചെയ്യുന്നതിനും ജീവിക്കുന്ന പതിപ്പുകളായി അനുഭവപ്പെടുത്തി കൊടുക്കുന്നതിനും വേണ്ടി സൃഷ്ടാവ് അനുവദിച്ചു നൽകിയ അനുഗ്രഹമാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. ആദിമ മനുഷ്യനായ ആദം അലൈഹിസ്സലാം മുതൽ 1,24,000 വരുന്ന പ്രവാചക ശൃംഖല സമാപിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. ലാ നബിയ ബഅദി
എനിക്ക് ശേഷം ഇനിയൊരു പ്രവാചകരെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന അസന്നിഗ്ധമായ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിനു ശേഷം പക്ഷേ മനുഷ്യ സമൂഹം അവസാനിക്കുന്നില്ല. മനുഷ്യ സമൂഹം അവസാനിക്കാതിരിക്കുകയും പ്രവാചക ശൃംഖല അവസാനിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും രൂപപ്പെട്ടു വരുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയാണ് വരാനിരിക്കുന്ന തലമുറക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശത്തെ എങ്ങനെ എത്തിക്കാൻ സാധിക്കും എന്നത്. ആ ചോദ്യത്തിന്റെ മറുപടി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് അൽ ഉലമാഉ വറസത്തുൽ അംബിയ. മറ്റൊരിടത്ത് ഹബീബ് വളരെ വ്യക്തമായി പഠിപ്പിച്ചു, ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ. ബനു ഇസ്രായേലിലെ അംബിയാക്കൾ എന്ത് ദൗത്യമാണോ ലോകത്ത് നിർവഹിച്ചത്, അതേ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നവരാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാരെന്ന് പറയുന്നത്. ആ പണ്ഡിത സമൂഹം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അതതു സമൂഹത്തിന് അനിവാര്യമായ സകല നിർദ്ദേശങ്ങളും നൽകി സമൂഹത്തിന് മുന്നേ നടക്കുകയായിരുന്നു. ലോകത്ത് വിശുദ്ധ ഇസ്ലാം 1400 വർഷക്കാലം പച്ചുപിടിച്ച് വളർന്നു വന്നത് കാലോചിതമായി ചിന്തിക്കുവാനും സമൂഹത്തിന് ആവശ്യമുള്ളത് മുഴുവനും സമർത്ഥിക്കുവാനും സാധിച്ച മഹാരഥന്മാരായ പണ്ഡിത മഹത്തുക്കളുടെ സഹായം കൊണ്ടായിരുന്നു. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഖുലഫാഉർ റാഷിദുകൾ, അവർക്ക് ശേഷം വന്ന അയിമ്മത്ത് മുജ്തഹിദുകൾ, മഹാരഥന്മാരായ മുഫസ്സിറുകൾ, അവരെയൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സത്യമുണ്ട്. ആ മഹാമനുഷ്യർ അഗാധ ജ്ഞാനത്തിന്റെ ഉടമകളായിരുന്നു. ദീർഘമായ കാലഘട്ടം കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത വിശുദ്ധമായ മതത്തെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തുവാനും സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാനും സമൂഹത്തെ കൂടുതൽ ജാഗ്രതയോടുകൂടി ഇസ്ലാമിക ജീവിത സരണിയിലേക്ക് നയിക്കുവാനും ആ പൂർവികർക്ക് സാധിച്ചിരുന്നു. അതോടൊപ്പം ആ പഠനം അവരുടെ ജീവിതത്തിൽ ആത്മീയതയുടെ ഉന്നതങ്ങളിലേക്ക് അവർ കൈപിടിച്ച് ആനയിക്കുന്നത് കൂടിയായിരുന്നു. ചെറിയൊരു ഉദാഹരണം പറയാം. മലയാളികൾക്ക് സുപരിചിതരായ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 10 ലക്ഷത്തിലേറെ ഹദീസുകൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മനഃപ്പാഠമാക്കി. 10 ലക്ഷത്തിലേറെ ഹദീസുകൾ മനഃപ്പാഠമാക്കി എന്ന് പറയാൻ എനിക്ക് എളുപ്പമാണ്. ബയോകെമിസ്ട്രിയുടെ നിഗമനമനുസരിച്ച് 3 ലക്ഷം മീറ്റർ മാത്രമേ ഒരു മനുഷ്യന് ബ്രെയിനകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കൂ. ഈ പരുവത്തിലാണ് 10 ലക്ഷത്തിലേറെ ഹദീസുകൾ മനഃപ്പാഠമാക്കി എന്ന് നാം വായിക്കുന്നത്. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ കൂടി മനഃപ്പാഠമാക്കി ഇമാം ഷാഫി. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സകല കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിയ തന്റെ ഗ്രന്ഥശേഖരങ്ങൾ സമ്മാനിക്കുന്നതിന് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും മതവിധികൾ കണ്ടെത്താൻ അറബി ഭാഷയിലുള്ള ഈ ഗ്രന്ഥങ്ങളെ പഠനത്തിന് വിധേയമാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി 15 ലക്ഷം അറബി കവിതകൾ മനഃപ്പാഠമാക്കുകയാണ്. ഓർത്തു നോക്കൂ നിങ്ങൾ, ഒരു വലിയ ലക്ഷ്യം നേടാൻ തന്റെ ജീവിതത്തിൽ ഒരു മഹാമനുഷ്യന് ചെയ്തു തീർക്കാനുള്ള ദൗത്യത്തിന്റെ വലിപ്പം എത്രയാണ്? 10 ലക്ഷത്തിലേറെ ഹദീസുകൾ, 15 ലക്ഷം അറബി കവിതകൾ, ആ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മനുഷ്യരുടെ ജീവിത ഹിസ്റ്ററികൾ, അവ മുന്നിൽ വെച്ചുകൊണ്ട് ലോകാവസാനം വരാനിരിക്കുന്ന പുതിയ സകല പ്രശ്നങ്ങളുടെയും കൃത്യമായ പരിഹാരങ്ങൾ, അവ മുഴുവനും വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് വേണ്ടി കൃത്യമായി വരച്ചു തരാൻ ഒരു പണ്ഡിതൻ തന്റെ ജീവിതം നീക്കിവെക്കുന്നതിനിടയ്ക്കു പക്ഷേ ഓരോ ദിവസവും ഒരു ഖത്തം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നിടത്ത് നമ്മെ തീർച്ചയായും ചിന്തിപ്പിക്കുന്ന മുഖങ്ങളുണ്ട്. കുത്തുബിന്റെ സ്ഥാനത്തെത്തിയാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്നത്. അതോടൊപ്പം ഭരണകൂട ഭീകരതക്കെതിരെ സമൂഹത്തെ സംഘടിപ്പിച്ച് വിപ്ലവം നയിച്ചു എന്ന് ആരോപണം ഉന്നയിക്കുകയും സ്വന്തം നാട്ടിൽ ചങ്ങലിൽ വലിച്ചുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു. പക്ഷേ അവിടെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന, നമുക്ക് ആവേശം നൽകുന്ന, പൊതുവിദ്യാർത്ഥികളെ വികാരപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ചിത്രം കൂടിയുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ജയിൽവാസത്തിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഓരോ ദിവസവും ജയിലറയിലേക്ക് 800 പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ കയറി വരും. തങ്ങളുടെ ഗുരുനാഥനെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടാനല്ല, തങ്ങളുടെ ഗുരുനാഥനെ അഴിച്ചിരിക്കുന്ന ജയില്
അടിച്ചു തകർക്കാനുമല്ല, മറിച്ച് തങ്ങൾക്ക് വളരെ ദൂരെയുള്ള ലോകപ്രശസ്തനായ ഒരു പണ്ഡിതനെ ഒരു ജയിൽ പുള്ളിയായി ലഭിച്ചതാണെങ്കിൽ പോലും ലഭിക്കുന്ന ദിവസങ്ങൾ അത്രയും മതപരമായ അറിവുകൾ നേടുന്നതിന് വേണ്ടി ഞാൻ ചെലവഴിക്കുന്നു എന്ന ഉദ്ദേശത്തോടെ 800ഓളം പണ്ഡിതന്മാർ കിതാബുമായി ആ ജയിലിൽ കടന്നു വരികയും അവിടെ വെച്ച് സബക്കുകൾ ഭംഗിയായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇമാമുൽ ഷാഫിയോ അതാ ഒരു തവണ ജയിൽ വാതിൽ കടന്നു വന്നു. നിങ്ങളോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട മുഴുവൻ ആളുകളെയും ഇതേ കേസിൽ തൂക്കിലേറ്റിയിരിക്കുന്നു. നാളെ നിങ്ങളെ വിധി വരാനിരിക്കുകയാണ്. മിക്കവാറും നിങ്ങളും തൂക്കിലേറ്റപ്പെടുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയുള്ളതുകൊണ്ട് മരണത്തിന്റെ മുമ്പ് നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ അത് നിർവഹിച്ചു തരാമെന്ന് ആവശ്യപ്പെടുമ്പോ ബഹുമാനപ്പെട്ട ഇമാമുൽ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിരിക്കുന്ന ഒരു പ്രതികരണമുണ്ട്. വളർന്നു വരുന്ന പുതിയ വിദ്യാർത്ഥി ലോകത്തിന് ആവേശത്തിന്റെ തിരയിലക്കം നൽകേണ്ട ആ ആവശ്യം മറ്റൊന്നുമായിരുന്നില്ല. ഹനഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ മുഹമ്മദ് ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ എനിക്കൊന്ന് കാണാൻ നിൽക്കുമോ? ഹനഫി മദ്ഹബിലെ 3 മസലയിൽ എനിക്കിപ്പോൾ സംശയമുണ്ട്. ആ സംശയം പൂർത്തീകരിച്ച് സംശയത്തിന് നിവാരണം കണ്ട് മസല തഹ്ഖീഖാക്കി വേണം എനിക്ക് മരണപ്പെടാൻ. അതിനെനിക്ക് അവസരം തരുമോ എന്ന് ചോദിക്കുന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ മനസ്സിൽ നൽകുന്ന ഒരു ചിത്രമില്ലേ കൂട്ടുകാരെ? ആ ചിത്രമുള്ള പാണ്ഡിത്യത്തിന്റെ നിറകുടങ്ങളായ മഹാമനുഷ്യരാണ് വിശുദ്ധ ഇസ്ലാമിനെ ഒരൽപ്പം പോലും പതർച്ച വരാതെ ഒന്നും നഷ്ടപ്പെടാതെ ഇന്നും ഭംഗിയായി നമ്മുടെ കൈകളിൽ എത്തിച്ചിരിക്കുന്നത്. ആ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ ഓർത്തു നോക്കൂ, ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തെ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചതുപോലെ ആയിരക്കണക്കായ പണ്ഡിതന്മാർ കാലങ്ങളായി ദൗത്യം നിർവഹിച്ചു വന്നു. ഇമാം റാസിയെ പോലെയുള്ള, ഇമാം റംലിയെ പോലെയുള്ള, ഇമാം സുയൂത്തിയെ പോലെയുള്ള, ഇമാം നബവിയെ പോലെയുള്ള, ഇമാം റാഫിയെ പോലെയുള്ള പ്രഗത്ഭ പണ്ഡിത സമൂഹം ലോകത്തിന്റെ നാനാഭാഗത്തും വിശുദ്ധ ഇസ്ലാമിനെ ഭംഗിയായി വിതരണം ചെയ്തു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കറിയാം, ഹബീബുൽ ബറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തവണ ഓർമ്മപ്പെടുത്തി, അൽ ഈമാനു യമാനുൻ വൽ ഹിക്മത്തു യമാനുൻ. ഈമാനും ഹിക്മത്തും അഖീദയും കർമ്മശാസ്ത്രവും യമനികളുടേതാണ്. യമനിൽ നിന്ന് വന്ന 2 പ്രഗത്ഭരായ നേതൃത്വം വിശുദ്ധ കേരളത്തിൽ ഇസ്ലാമിനെ പച്ചപിടിപ്പിക്കുന്നതിൽ വലിയ പങ്കാളിത്തം വഹിച്ചു. അത് കേരളത്തിൽ മാത്രമല്ല, ഇസ്ലാമിന്റെ സമ്പൂർണ്ണ രൂപം ഇന്നും നിലനിൽക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളിലും യമനി പണ്ഡിതന്മാരുടെയും യമനി സാദാത്തുക്കളുടെയും സാന്നിധ്യവും ഇടപെടലുകളും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ കേരളക്കരയിലേക്ക് യമനിൽ നിന്ന് കടന്നു വന്ന മഖ്ദൂം കുടുംബം ഇന്ത്യയിൽ ആദ്യമായി എത്തുന്നത് യമനിൽ നിന്ന് കായൽപട്ടണത്താണ്, തമിഴ്നാട്ടിൽ. അവിടുന്ന് കാദിമാരായി കൊച്ചിയിലെത്തി. കൊച്ചിയിൽ നിന്നാണ് പൊന്നാനിയിലെത്തുന്നത്. പൊന്നാനിയെത്തിയ മഖ്ദൂം കുടുംബം, ആ മഖ്ദൂം കുടുംബത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഞാനേറെ പരാമർശിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ എല്ലാ ആളുകൾക്കും മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ ആദരണീയരും ഒരുപോലെ സ്വീകാര്യരുമായ മഹാപ്രതിഭകളായിരുന്നു മഖ്ദൂമുമാർ. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വ ശക്തികളോട് നിരന്തരമായി പടപൊരുതുവാൻ ആഹ്വാനം നൽകുകയും നേതൃത്വം നൽകുകയും ചെയ്ത സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികളുടെ ഒന്നാമത്തെ പട്ടികയിൽ ഇന്നും കേരളമുണ്ടെന്നത് മഖ്ദൂം കുടുംബമാണ്. ആ കുടുംബത്തിന്റെ വൈവിധ്യങ്ങൾ നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഓർത്തു നോക്കൂ, ലോകത്തിന് മുഴുവനും ശാഫഈ മദ്ഹബിന്റെയും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെയും സമ്പൂർണമായ രൂപം സമർത്ഥിച്ചിരിക്കുന്ന ഷാഫി മദ്ഹബിലെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന ഫത്വ നൽകാനുള്ള ഗന്ധമെന്ന് ഷാഫി മദ്ഹബിലെ പണ്ഡിത ലോകം അംഗീകരിച്ച ഫത്ഹുൽ മുഈൻ, ആ ഫത്ഹുൽ മുഈൻ ലോകത്തിലെ മുഴുവൻ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളിലും ഇന്ന് പഠനത്തിന് വിധേയമാക്കുന്നു, പാഠ്യപദ്ധതിയിൽ കടന്നു വരുന്നു എന്നതോടൊപ്പം ആ ഫത്ഹുൽ മുഈനെ കുറിച്ച് എമ്പാടും റിസർച്ചുകളും പഠനങ്ങളും നടന്നു വരികയാണ്. ആ ഫത്ഹുൽ മുഈൻ ലോകത്തിന് സമർപ്പിച്ച മഖ്ദൂം കുടുംബം, അതേ കുടുംബത്തിൽ നിന്നാണ് കേരള ഹിസ്റ്ററി ആദ്യമായി ലോകത്തിന് ലഭിക്കുന്നത്. അതേ മഖ്ദൂം കുടുംബത്തിൽ നിന്നാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികൾക്ക് ആവേശം നൽകുന്ന തഹരീർ ജനിക്കുന്നത്. അതേ മഖ്ദൂം കുടുംബത്തിൽ നിന്നാണ് ആത്മീയതയുടെ ബാലപാഠങ്ങളും ആത്മീയതയുടെ ആഴങ്ങളും ഒരുപോലെ സമർത്ഥിക്കുന്ന അദ്കിയ ജനിക്കുന്നത്.
അതേ മഖ്ദൂം കുടുംബത്തിൽ നിന്നാണ് മുസ്ലിം കേരളത്തിന്, മുസ്ലിം ലോകത്തിന് ആത്മീയമായ ആവേശം പകരുകയും ശക്തി പകരുകയും ചെയ്യുന്ന മങ്കൂസ് മൗലിദ് ജനിക്കുന്നത്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നൂറുകണക്കിന് കിതാബുകൾക്ക് ജന്മം നൽകിയ മഹാപ്രതിഭകളുടെ കുടുംബം ഒരു സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമുള്ള സകല നിർദ്ദേശങ്ങളും നൽകുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുവാനാണ്. കേരളത്തെ ഇത്രയും ഭംഗിയായി ദീനീ രംഗത്ത് പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്കാളിത്തം വഹിച്ച മഖ്ദൂം കുടുംബം ചെന്നെത്തുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്കാണ്, ആ പരമ്പരയിലേക്കാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ സൂചിപ്പിക്കുന്നത് ആ പരമ്പരയുടെ മഹത്വത്തെക്കുറിച്ച് മലയാളികൾക്കും മുസ്ലിങ്ങൾക്കും പണ്ഡിത സമൂഹത്തിനും ഞാനേറെ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ആ മഖ്ദൂം കുടുംബത്തിലേക്ക് മറ്റൊരു യമനി പണ്ഡിതൻ 11-ാം നൂറ്റാണ്ടിൽ ഹിജ്റ 11-ാം നൂറ്റാണ്ടിൽ കടന്നു വരുന്നു. ഹിജ്റ 11-ാം നൂറ്റാണ്ടിൽ കേരളത്തിലേക്ക് കടന്നു വന്ന അബ്ദുറഹ്മാൻ അദനി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാപണ്ഡിതനും സൂഫിവര്യനും ആത്മീയ ജ്യോതിഷുമായ മഹാമനീഷ്യ, അദ്ദേഹത്തെ സ്വീകരിച്ച് സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുത്തത് ഫതുഹുൽ മഈന്റെ മുസന്നിഫായിരുന്ന ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ സ്വഹീറായിരുന്നു എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. അദ്ദേഹം തന്റെ പ്രിയപത്മ ഗർഭിണിയാകുന്ന സമയത്ത് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അബ്ദുറഹ്മാൻ അദനി തിരിച്ചു പോകുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞത്, നീ പ്രസവിച്ചാൽ ആ പ്രസവിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ അലി ഹസൻ എന്ന് പേര് നൽകണം. ആ നിർദ്ദേശമനുസരിച്ച് തന്റെ മകൻ അലി ഹസൻ എന്ന പേര് നൽകപ്പെടുന്നു. അലി ഹസൻ പണ്ഡിതനും സൂഫിവര്യനും ആത്മീയ ഗുരുവുമായി വളർന്നു വന്നപ്പോ തിരൂരങ്ങാടി കാളിയായി നിയമിതനായി. തിരൂരങ്ങാടി കാളിയാരകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് ബഹുമാനപ്പെട്ട അലി ഹസൻ സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റി. ആ വീടിന്റെ ആ തറവാടിന്റെ നാമമാണ് ഓടക്കൽ തറവാട്. ചരിത്രത്തിൽ പിന്നീട് ഒരുപാട് മാറ്റങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും നാന്ദി കുറിച്ച ആ വലിയ തറവാടിന്റെ ഉത്ഭവം എവിടെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ ഖാലി അഹമ്മദും ഖാലി അഹമ്മദിന്റെ മകൻ അബ്ദുറഹിമാനും ഖാലി അബ്ദുറഹിമാന്റെ മകൻ അഹമ്മദ് സാനിയും അദ്ദേഹത്തിന്റെ മകൻ അബ്ദുറഹിമാൻ സാനിയും അദ്ദേഹത്തിന്റെ മകൻ അലി ഹസനും ആ അലി ഹസനിന്റെ പ്രിയപ്പെട്ട മകനായിട്ടാണ് കേരളത്തിലെ ഇതിഹാസ പുരുഷൻ എന്ന് അഭിമാനപൂർവ്വം മുസ്ലിം പണ്ഡിത കേരളത്തിന് പറയാൻ സാധിക്കുന്ന സൈനുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ശൈഖുന ഉസ്താദുൽ അസാതിദ ജനിക്കുന്നത്. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ വചനങ്ങൾ പറയുമ്പോൾ വികാരധീരനാകുന്നുണ്ട്. എന്റെ വാക്കുകൾ തികച്ചും അപര്യാപ്തമാണ് ഇവിടെ എന്ന് എനിക്ക് പറയാതെ വയ്യ. പ്രഭാഷണങ്ങൾ കൊണ്ട് എഴുത്തുകൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു മഹാവ്യക്തിത്വമാണ് നാം പരാമർശിക്കേണ്ടി വരുന്നത്. അദബ് കുറവുകൾ വരുന്നുവെങ്കിൽ നാഥൻ നമ്മോട് ക്ഷമിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന കുഴിപ്പുറത്ത് ജനിച്ചു. ആ കുഴിപ്പുറത്ത് പിച്ച വെച്ച് നടന്നു. മെല്ലെ മുന്നോട്ട് നടക്കുമ്പോഴും ആ മുഖത്തിന് വല്ലാത്തൊരു ഗാംഭീര്യമുണ്ട്. പഠനത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. സംസാരത്തിന് ആവശ്യത്തിലേറെ പക്വതയുണ്ട്. സഹപാഠികളൊക്കെ പറയുന്നത് ഞാൻ ആ മഹാമനീഷിയെ കാണുമ്പോ മാറി നിൽക്കും. കാരണം ആ മുഖത്തിന്റെ ഗാംഭീര്യവും ആ മുഖത്തിന്റെ ഗൗരവവും അതോടൊപ്പം എപ്പോഴും ചിന്തിക്കുന്ന സ്വഭാവവും കൂടുതൽ സംസാരിക്കാത്ത പ്രകൃതവും ഒക്കെ ഞങ്ങളെ വല്ലാതെ അദ്ദേഹത്തെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും നിർബന്ധിക്കുമായിരുന്നു. കൊച്ചുനാളിലെ മതപഠന മേഖലയിലേക്കാണ് ശൈഖുന ആനയിക്കപ്പെടുന്നത്. ചരിത്രത്തിന്റെ ഒരു നിയോഗം പോലെ ബഹുമാനപ്പെട്ട ശൈഖുന കടന്നു ചെന്ന ആദ്യത്തെ പണ്ഡിതൻ തന്നെ അൽഫേക്കാരൻ കുഞ്ഞുമൊയ്ത് മുസ്ലിയാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഞാനിത് പറയുമ്പോ പണ്ഡിത കേരളത്തിന് ആ ഭാഷാ മാധുര്യം പരിചയപ്പെടുത്തേണ്ടതില്ല. അൽഫേക്കാരൻ എന്നു ഒരു പണ്ഡിതനെ കുറിച്ച് പറയണമെങ്കിൽ ആ പണ്ഡിതന് ഒരു വിഷയത്തിലുണ്ടാകുന്ന പ്രത്യേകമായ ജ്ഞാനത്തിന്റെ സൂചനയാണിത് എന്ന് കേരളീയ പണ്ഡിത സമൂഹത്തിന് അറിയാം. ബഹുമാനപ്പെട്ട ശൈഖുയുടെ ഭാഷയിൽ പറഞ്ഞാൽ മമ്മൂട്ടി മോലിയർ പാപ്പ. മമ്മൂട്ടി മോലിയർ പാപ്പ എന്ന് പറയുന്ന കൈപ്പറ്റയിലെ കരിമ്പനക്കൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരിനേക്കാണ് ശൈഖുന രണ്ടാമത് വരുന്നത്. ഒരുപാട് കരാമത്തിന്റെ ഉടമസ്ഥരും ആത്മീയ ജ്യോതിഷുമായിരുന്നു ബഹുമാനപ്പെട്ട മമ്മൂട്ടി മോലിയർ പാപ്പ. ശൈഖുനയുടെ വാക്കുകൾ തന്നെ പലപ്പോഴും ബഹുമാനപ്പെട്ടവർ മോലിയർ പാപ്പ എന്ന് അതവോടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മഹാപണ്ഡിതന്റെ
ആത്മീയ ശക്തിയെ കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും വിധത്തിലാണ് ആ വാക്കുകളിൽ നിന്ന് പരിചയപ്പെടാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട സ്വതക്കത്തുള്ള മുസ്ലിയാർ, കാപ്പാട് കുഞ്ഞമ്മദ് ഹാജി തുടങ്ങിയ കേരളത്തെ ഇളക്കി മറിച്ച പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരിൽ നിന്ന് മതപഠനം പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട ശൈഖുന 1944 ബാഖിയാത്ത് സ്വാലിഹാത്തിലെത്തി. അവിടെ പ്രഗത്ഭരായ പണ്ഡിതർ, ഗുരുവര്യന്മാർ എല്ലാവരും ആദരിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന, അധ്വാനിച്ച് പഠിക്കുന്ന ഒരു മുത്തഅല്ലിം. ആ മുത്തഅല്ലിം 1946 ബാക്കിയാത്തിൽ നിന്ന് ബാക്കവി ബിരുദമെടുത്ത് തിരിച്ചു വരുമ്പോ, ആ തിരിച്ചു വരുന്ന പണ്ഡിതന്റെ മുന്നിലെത്തിയ ആദ്യത്തെ ശിഷ്യൻ ഞാൻ അത്ഭുതത്തോടെ ഓർക്കുകയാണ്. മരണം വരെ പഠനത്തിന് വേണ്ടി നീക്കിവെക്കുകയും ആത്മീയമായി മാത്രം ജീവിതത്തെ നിലനിർത്തുകയും ഒരു മുത്തഅല്ലിമായി മരിക്കണമെന്ന് നിർബന്ധം കാണിക്കുകയും ചെയ്ത പാപ്പിരിപ്പാറ മുഹമ്മദ് മുസ്ലിയാർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ ഓടിപ്പടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ടവർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ ഞാൻ എത്തിയതിന്റെ ലക്ഷ്യമെന്തോ ആ ലക്ഷ്യം നേടാൻ ഈ കുഴിപ്പുറത്തുള്ള ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാസിയുടെ ശിഷ്യത്വം കൊണ്ട് എനിക്ക് സാധിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആദ്യ ശിഷ്യനായി നേരെ കുഴിപ്പുറത്ത് വരുന്നത്. കുഴിപ്പുറത്ത് ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ദർസിൽ പ്രഗത്ഭരായ പണ്ഡിത ജ്യോതിസുകൾ ആദ്യ കാലഘട്ടത്തിൽ തന്നെ കടന്നു വന്നു. ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ശിഷ്യന്മാരായി കോയക്കുട്ടി മുസ്ലിയാർ, KC ജമാലുദ്ദീൻ മുസ്ലിയാർ, OK അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ തുടങ്ങിയ പ്രഗത്ഭ പണ്ഡിതന്മാർ നിരന്തരമായി പഠനത്തിനു വേണ്ടി കടന്നു വന്ന ആയിരക്കണക്കിന് ശിഷ്യന്മാരിൽ നിന്ന് ആദ്യത്തവരും ശ്രദ്ധേയവരും അള്ളാഹുവിന്റെ നിഅ്മത്ത് കൊണ്ട് ആദ്യത്തെ തലമുറയുമായി മാറാൻ ഭാഗ്യം ലഭിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന സ്വന്തം നാട്ടിൽ ദർസ് ആരംഭിക്കുകയാണ്. ദർസ് ആരംഭിക്കുന്നത് ഒരു വലിയ നിർദ്ദേശത്തിന്റെ ഭാഗമായിരുന്നു. ഖാദിരി ത്വരീഖത്തിലെ പ്രഗത്ഭ പണ്ഡിതനായിരുന്ന അറക്കൽ മൂപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാഗുരുവര്യർ ശൈഖുനായുമായി അഭേദ്യമായ ബന്ധം നേരത്തെ നിലനിർത്തി വരാറുണ്ട്. ശൈഖുന കോളേജ് വിട്ടു വന്ന ഉടനെ ദർസ് തുടങ്ങണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ടവർ. അതും സ്വന്തം നാട്ടിലായിരിക്കണമെന്ന് നിർദ്ദേശിക്കുകയാണ്. ദർസില്ലാത്തൊരു പ്രദേശത്ത് പെട്ടെന്ന് പോയി ദർസ് ആരംഭിക്കാൻ നിർദ്ദേശം ലഭിക്കുമ്പോ ശൈഖുന നല്ല ശ്രമം നടത്തി. സ്വന്തം നാട്ടുകാരോട് ഞാനിവിടെ ദർസ് ആരംഭിക്കുകയാണ് എന്നാവശ്യപ്പെടുമ്പോ ശൈഖുനെയും ഉസ്താദിന്റെ കുടുംബത്തെയും കുറിച്ച് നന്നായി ബോധമുണ്ടായിരുന്ന അവർക്ക് ഒരേ ഒരു ഭീതി മാത്രമാണ് ഉണ്ടായിരുന്നത്. നമുക്കാവുമോ ആ വലിയ മനുഷ്യനെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും സ്വീകരിക്കാൻ? ഒന്നുമില്ലാത്ത ഈ രാജ്യക്കാരെന്തു ചെയ്യും? പക്ഷേ ശൈഖുനയുടെ ദർസിന് ശമ്പളം ആവശ്യമുണ്ടായിരുന്നില്ല. ശൈഖുനയുടെ ദർസിന് ഭക്ഷണത്തിന്റെ മാധുര്യം ആവശ്യമുണ്ടായിരുന്നില്ല. കിട്ടിയാൽ കഴിക്കുകയും ഇല്ലെങ്കിൽ കഴിക്കാതെ ക്ഷമിച്ചിരിക്കുകയും ചെയ്യുന്ന ശിഷ്യന്മാരും ഉസ്താദും അവിടെ ഒരു ദർസ് മെല്ലെ ആരംഭം കുറിച്ചു. പക്ഷേ നിയോഗം പോലെ ആ ദർസ് വളരുകയാണ്. തലപരിമിതി കൊണ്ട് കുഴിപ്പുറം വല്ലാതെ വിഷമിച്ച സമയത്താണ് ശൈഖുന കായംകുളം ഹസനിയായിലേക്ക് മാറേണ്ടി വന്നത്. അവിടെ നിന്ന് ചെറുശോലയിലേക്കും മാട്ടൂർ വേദാന്തത്തേക്കും, അങ്ങനെ അവസാനം 1953 ചരിത്രപ്രസിദ്ധമായ ചാരിയ ദർസിലേക്കും ബഹുമാനപ്പെട്ട ശൈഖുന എത്തുകയാണ്. 4 നൂറ്റാണ്ട് കാലം നീണ്ടുനിന്ന ചാരിയത്തെ ദർസ് അഭിമാനത്തിന്റെ ദിവസങ്ങളാണ്. കേരള മുസ്ലിങ്ങൾക്ക് കടപ്പാടുള്ള ദർസാണ്. ചാരിയത്തെ ആ തിരുമണ്ണിൽ നിന്നാണ് കേരളത്തെ, ഇന്ത്യയെ ലോകത്ത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുവളരെ നായകന്മാർക്ക് ജന്മം നൽകാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ പണ്ഡിത ശ്രേണിയിലെ ഇന്നറിയപ്പെടുന്ന ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ, ഏതൊക്കെ നേതൃത്വങ്ങളുണ്ടോ, അവയ്ക്ക് മുഴുവനും ജന്മം നൽകിയത് ആ പരിശുദ്ധമായ മണ്ണിൽ നിന്നാണ്. ഒരുപാട് ബർക്കത്തുള്ള അഹമ്മദ് കോയ ഷാരിയാത്തിയെ പോലെയുള്ള പണ്ഡിത നേതൃത്വമുള്ള, നൂറുദ്ദീൻ തങ്ങളെ പോലെയുള്ള സാരാത്തുക്കളുള്ള ആ മഹാമനീഷ്യരുടെ മണ്ണിൽ നിന്ന് കേരളത്തിന്, ഇന്ത്യക്ക് ആവശ്യമായ വിഭവങ്ങളെ മുഴുവൻ സമ്മാനിക്കാൻ ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് സാധിച്ചു. രണ്ടത്താണിയിലും പൊടിയാളും ഇഹ്യാഉസ്സുന്നയിലുമായി ദീർഘകാലഘട്ടം ശൈഖുന നടത്തിയ ദർസ് സമാപനം കുറിക്കുന്നത് ശൈഖുനയുടെ വഫാത്തോടുകൂടിയാണ്. വഫാത്ത് വരെ ദർസ് തുടരുക എന്ന ശൈഖുനയുടെ ആവശ്യം, ശൈഖുനയുടെ ഉസ്താദുമായ നിർദ്ദേശം, ആ നിർദ്ദേശം 100% പാലിക്കപ്പെട്ടു എന്നത് ശൈഖുനയുടെ കറാമത്തായി എന്തുകൊണ്ടും നമുക്ക് പറയാൻ സാധിക്കും.
ഞാനിവിടെ അടിവരയിടുന്നത്. എന്തുകൊണ്ടാണ് ഈ മഹാമനുഷ്യക്ക് ഇത്രയും ജയിച്ചടക്കാൻ സാധിച്ചത്? ഓർത്തു നോക്കൂ നിങ്ങൾ. ശൈഖുന തന്നെ പറയുന്ന സന്തോഷകരമായ ഒരു വചനമുണ്ട്. അള്ളാഹു 2 നിഅമത്തുകൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിലൊന്ന് കാര്യമായ രോഗങ്ങളില്ല, ശരീരത്തിന് റബ്ബ് ആഫിയത്ത് തന്നിട്ടുണ്ട്. രണ്ടാമത്തേത് എന്റെ ശിഷ്യന്മാരിൽ കാര്യമായി ആരും വഴിവിഴച്ചു പോയിട്ടില്ല, നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഓർത്തു നോക്കൂ, ഒരു സമൂഹത്തിൽ നിങ്ങളിൽ ആലോചിക്കേണ്ടത് ഒരു ശിഷ്യൻ 2 ശിഷ്യനല്ല, 1000 ശിഷ്യന്മാരല്ല. കേരളത്തിലെ പണ്ഡിത സമൂഹത്തെ മുഴുവനും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കായ ശിഷ്യ സമ്പത്തുള്ള ഒരു മഹാമനുഷ്യയുടെ സന്താനങ്ങൾ മുഴുവനും, ശിഷ്യന്മാർ മുഴുവനും, മുത്തഅല്ലിമീങ്ങൾ മുഴുവനും സമൂഹത്തിന് ഉപകരിക്കപ്പെടുന്ന ദീനീയ പ്രബോധകരായി രൂപപ്പെട്ടു വരിക എന്നതിൽ കവിഞ്ഞ് എന്താണ് ഒരു മുദരിസിന് ലഭിക്കേണ്ടത്, ഒരു പണ്ഡിതന് ലഭിക്കേണ്ടത്? രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തിയെടുക്കുന്ന ശിഷ്യസമ്പത്ത് സമൂഹത്തിനും ദീനിനും ഉപകാരപ്പെടുകയും ഖിയാമത്ത് നാൾ വരെ വിതരുന്ന കണ്ണികളായി മാറുകയും ചെയ്യുന്നതിനപ്പുറം എന്താണ് സമ്പാദിക്കാനുള്ളത്? നമുക്കറിയാം, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ഖബറിൽ കിടക്കുന്ന സമയത്ത് ഉപകാരപ്പെടുന്ന 3 പ്രധാനപ്പെട്ട അമലുകളിൽ ഒരു അമല് ഇൽമുൻ നാഫിയ, വിതരണം ചെയ്യപ്പെടുന്ന ഉപകാരപ്രദമായ ഇൽമാണെങ്കിൽ ആ ഉപകാരപ്രദമായ ഇൽമ്, ആ അറിവാണ് കേരളീയ സമൂഹത്തിന് ആവേശം പകരും വിധം ബഹുമാനപ്പെട്ട ശൈഖുനയിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്ന് കേരളത്തിന് അഭിമാനത്തോടെ ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്. കേരളത്തിൽ ശൈഖുനയുടെ ശിഷ്യത്വമോ ശിഷ്യന്മാരുടെ ശിഷ്യത്വമോ ഇല്ലാത്ത ഒരു പണ്ഡിതനും ജീവിച്ചിരിപ്പില്ല എന്നത് നാം ഗൗരവത്തോടെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ഒരു വിജയം ഒരു പണ്ഡിതന് നേടിയെടുക്കാൻ സാധിക്കുന്നത്? ഇവിടെയാണ് ചില വിഷയങ്ങൾ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടി വരുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുന ജീവിച്ചത് അള്ളാഹുവിന്റെ ദീനീ പ്രബോധനത്തിനായിരുന്നുവല്ലോ. ആ പ്രബോധനം ഏറ്റെടുത്തത് തികച്ചും തന്റെ ജീവിത വരുമാനത്തിന് വേണ്ടിയായിരുന്നില്ല, ശമ്പളം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നില്ല, സമ്പത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നില്ല. മറിച്ച് മഹാപണ്ഡിതന്മാരെ വളർത്തിയെടുക്കുക എന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ജിഹാദിന്റെ ഭൂമിയിൽ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് സ്വഹാബികൾ, വളരെ വിരളമായിരുന്ന സ്വഹാബികൾ ഷഹീദായി വീഴുന്ന സമയത്ത് പോലും മദീന പള്ളിയിലെ വളരെ ചെറിയൊരു മേഖലയിൽ നിന്ന് ദർസ് നടത്തിക്കൊണ്ടിരുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക സ്വീകരിക്കൽ എന്റെ ബാധ്യതയാണെന്ന തിരിച്ചറിവാണ് ശൈഖുനയെ ദർസി രംഗത്തേക്ക് ആനയിച്ചത്. മാത്രമായിരുന്നില്ല, ബഹുമാനപ്പെട്ട ശൈഖുന പഠിച്ചത് പണത്തിന് വേണ്ടിയായിരുന്നില്ല, ശൈഖുന പഠിച്ചത് ജോലിക്ക് വേണ്ടിയായിരുന്നില്ല, ശൈഖുന പഠിച്ചിരുന്നത് സമൂഹത്തിൽ മാന്യനാകാൻ വേണ്ടിയായിരുന്നില്ല, ജനങ്ങളുടെ അംഗീകാരം വാങ്ങാനായിരുന്നില്ല. ആത്മാർത്ഥമായ പഠനം എത്രമാത്രം നിങ്ങൾക്കറിയോ? ഒരു ദിവസം ശൈഖുയുടെ ഭാഷയിൽ പറഞ്ഞാൽ മമ്മൂട്ടി മോലിയർ പാപ്പ വരികയാണ്. പ്രഭാഷണം കഴിഞ്ഞ് അർദ്ധരാത്രി വന്നു നോക്കുമ്പോ കൂരിട്ട് അല്പം നിലാവെളിച്ചം മാത്രമുണ്ട്. ആ നിലാവെളിച്ചത്തിൽ ആരോ കിതാബ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അൽഫിയുടെ ബൈത്ത് മെല്ലെ തെളിഞ്ഞു കാണുമ്പോ അടുത്തേക്ക് പിടിച്ച് അതിന്റെ ഷർഹ് കാണാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുത്തഅല്ലിം അടുത്തു വന്ന് നോക്കുമ്പോ ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തിദയാണെന്ന് കാണുമ്പോ ആ പണ്ഡിതന്റെ കണ്ണിലൂടെ കണ്ണുനീരിറങ്ങുകയാണ്. എല്ലാവരും സുഖമായി ഉറങ്ങുമ്പോ, കൂട്ടുകാരൊക്കെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ, കൂരിരുട്ടിൽ തപ്പിത്തറിഞ്ഞു ഇരുട്ടത്ത് വായിക്കുന്ന തന്റെ ശിഷ്യനെ കാണുമ്പോ ആ പണ്ഡിതൻ വല്ലാതെ വികാരപ്പെട്ടു കാണും. അദ്ദേഹം അന്നൊരു തീരുമാനമെടുത്തു, ഈ പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് എല്ലാ വിദ്യാർത്ഥികളും ഉറങ്ങുമ്പോ സ്പെഷ്യലായി പഠിക്കാൻ ഒരു വിളക്ക് നൽകേണ്ടതുണ്ട്, ഒരു ചിമ്മിനി വിളക്ക്. ആ ചിമ്മിനി വിളക്കിൽ നിന്നാണ് ശൈഖുന അറിവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്നത്. ബഹുമാനപ്പെട്ട ശൈഖുന ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ശൈഖുന മുന്നിൽ ഒരു ഓഫറുമായി കുറെ ആളുകൾ കടന്നു വരുന്നു. 300 രൂപ ശമ്പളം കിട്ടുന്ന ചാരിയത്തിൽ നിന്ന് 1000 രൂപ ശമ്പളം നൽകാമെന്ന ഓഫറുമായി കടന്നു വരുമ്പോ സ്വാഭാവികമായും ശൈഖുനെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന പലരും കൊതിച്ചു ഉസ്താദിന്റെ പ്രാരാബ്ദങ്ങൾ അവസാനിക്കാൻ ഉസ്താദ് അങ്ങോട്ട് മാറിയെങ്കിൽ. പക്ഷേ ശൈഖുന പറഞ്ഞു, ഒരിക്കലും പണത്തിന്റെ വലിപ്പം കൊണ്ട് ദർസ് മാറ്റാൻ കഴിയില്ല.
പണം തരുന്ന റബ്ബ് അത് ചെലവഴിക്കാനുള്ള മാർഗം കൂടി തന്നാൽ അള്ളാഹുവിന്റെ മാഴ്ചയിൽ കണക്കു പറയാൻ നമുക്ക് പ്രയാസമാകുമെന്നല്ലാതെ മറ്റെന്ത് ഗുണകരമായ വശമാണ് ലഭിക്കാനിരിക്കുന്നത് എന്ന ചോദ്യം, ആ ചോദ്യമാണ് ഷെയ്ഖുനയെ ഇന്നത്തെ അവസ്ഥയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഭൗതിക കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ചില്ല. ആദ്യമായി ജോലിയേറ്റ് മെല്ലെ മുന്നോട്ട് പോകുമ്പോ പരിമിതമായ ശമ്പളം കൊണ്ട് ജീവിക്കാൻ തന്നെ പാടുപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഷെയ്ഖുയുടെ ഉമ്മ വഫാത്തായ സമയത്ത് അവരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അനന്തരാവകാശം തന്റെ കയ്യിലുണ്ടല്ലോ എന്ന ഓർമ്മ ഷെയ്ഖുനയുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്നത്. ഈ പണം കൊണ്ട് എനിക്ക് നിർബന്ധമുള്ള ഹജ്ജ് കർമ്മം നിർവഹിക്കാതെ വയ്യ. പലരും പറഞ്ഞു, മോനെ വീട് വേണ്ടേ, താമസിക്കാൻ ഒരു ഇടം വേണ്ടേ, അത് കഴിഞ്ഞിട്ട് പോരെ ഹജ്ജ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന പറഞ്ഞു, പറ്റില്ല, ഹജ്ജ് നിർബന്ധമാണ്. എന്റെ കയ്യിൽ പണമുണ്ട്, എനിക്ക് ഭൂമിയുണ്ട്, അത് വിറ്റ് ഞാൻ ഹജ്ജ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഷെയ്ഖുന ഹജ്ജിനെ പോകുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വീട് വേണ്ടേ എന്ന ചോദ്യത്തിന് ഷെയ്ഖുന പറഞ്ഞ മറുപടി എനിക്ക് ഹജ്ജ് ചെയ്യണമെന്നാണ്. എന്തേ കാരണം? മരണാനന്തര ലോകത്തെക്കുറിച്ചുള്ള അവബോധമാണ് ഒരു പണ്ഡിതന് തന്റെ ഇൽമ കൊണ്ട് ലഭിക്കുന്നത് എന്നതിന് ജീവിക്കുന്ന തെളിവായി ഇത് നിലനിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുയുടെ വളർച്ചയുടെ പിന്നിൽ പ്രധാനമായി ആത്മീയ ഗുരുക്കളുടെ നിരന്തരമായ പിന്തുണകൾ ഉണ്ടായിരുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ, അറക്കൽ മൂപ്പൻ എന്ന് പറയുന്ന ഖാദിരിയ്യ ത്വരീഖത്തിലെ പ്രഗത്ഭരായ പണ്ഡിതൻ ദലാലുൽ ഖൈറാത്തിന്റെ ഇജാസത്ത് നൽകി ഷെയ്ഖുനയുടെ വളർച്ചയിൽ പ്രഥമ പങ്കാളിത്തം വഹിക്കുമ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖുന തൊട്ടടുത്തു പോയത് ചെറിയ മുണ്ടം കുഞ്ഞിപ്പോക്കർ മുസ്ലിയാരെയാണ്. ആരായിരുന്നു ചെറിയ മുണ്ടം കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ? ഷെയ്ഖുന എപ്പോഴും ബഅലവി ത്വരീഖത്തിനെ കുറിച്ച് പറയും. ബഅലവി ത്വരീഖത്തിൽ തന്റെ 38ാമത്തെ ഗുരുവര്യരാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതേസമയം തന്റെ ശരീഅത്തിന്റെ അഹ്കാമിൽ 42ാമത്തെ ഗുരുവര്യരാണ് ഹബീബുൽ ബറ മുഹമ്മദ് റസൂലുള്ളാഹി. ശരീഅത്തിന്റെയും ത്വരീഖത്തിന്റെയും പൂർണ്ണമായ സനദനുസരിച്ച് കേരളീയ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിന്റെ സകല മേഖലകളെയും സമ്മാനിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുന, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഓർത്തു നോക്കൂ, ആരിലൂടെയാണ് വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നത്? ചെറിയ മുണ്ടം കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ എന്ന് പറയുമ്പോ നമുക്ക് ഓർക്കേണ്ട, അത്ഭുതപ്പെടുന്ന ഒരു ചിത്രമുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ മൂത്താപ്പയായിരുന്ന ഇരിങ്ങല്ലൂർ മുഹമ്മദ് മുസ്ലിയാരുടെ തൊട്ടുചാരത്ത് ഷെയ്ഖുനയിരിക്കുന്നു. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഓടിക്കതച്ച് വരുന്നത്. അദ്ദേഹം വന്ന് പറയുന്നത്, മോലിയാർ പാപ്പം മരിച്ചിരിക്കുന്നു എന്ന് പറയാൻ കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ ചെറിയ മുണ്ടത്തുനിന്ന് പറഞ്ഞയച്ചതാണ്. എന്താണ് ഈ പറയുന്നത്? കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ വഫാത്തായിരിക്കുന്നു എന്ന് പറയാൻ അദ്ദേഹം തന്നെ ഒരാളെ ഇങ്ങോട്ട് പറഞ്ഞയക്കുകയോ? കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ ഇത് ആവശ്യപ്പെട്ടപ്പോ ഞാനും ശങ്കിച്ചു നിന്നു, ഞാനും അത്ഭുതത്തോടെ നിന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഓർമ്മപ്പെടുത്തുന്നത്, ബഹുമാനപ്പെട്ട കുഞ്ഞിപ്പോക്കർ മുസ്ലിയാരെ കുറിച്ച് വിവരമുള്ള, ബോധമുള്ള, അനുഭവമുള്ള ഞാൻ ഇതിലെന്തെങ്കിലും രഹസ്യം കാണുമെന്ന് മനസ്സിലാക്കി നേരെ വന്നതാണ്. ഷെയ്ഖുനയും ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാരും നേരെ ഇരിങ്ങല്ലൂരിൽ നിന്ന് ചെറിയ മുണ്ടത്തേക്ക് പുറപ്പെടുകയാണ്. ചെറിയ മുണ്ടത്തെത്തുമ്പോ ബഹുമാനപ്പെട്ട വീടിന്റെ ചാരത്തെത്തി അതാ കേൾക്കുന്നു ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വചനത്തോടെ എല്ലാം അവസാനിക്കുകയായിരുന്നു. വഫാത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ വഫാത്താവുകയാണ്, ഞാൻ മരിക്കുകയാണ് എന്ന വിവരം തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പറഞ്ഞയക്കാൻ സാധിക്കുന്ന ഒരു ആത്മീയ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട ചെറിയ മുണ്ടം ഉസ്താദെങ്കിൽ അദ്ദേഹത്തിലൂടെ ബഅലവി ത്വരീഖത്തിലെ അഅമാലുകൾ മരിക്കുന്നത് വരെ കൃത്യമായി നിർവഹിക്കാൻ സാധിച്ച ഷെയ്ഖുന പലപ്പോഴും പറയാറുണ്ട്, ബഅലവി ത്വരീഖത്തുകാർക്ക് ഈമാൻ കിട്ടി മരിക്കാൻ സാധിക്കും, കലിമ ചൊല്ലി മരിക്കാൻ സാധിക്കും, ഈമാനില്ലാതെ അവർ മരണപ്പെടുകയില്ല എന്ന്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കറിയാം, കേരളീയ മുസ്ലിങ്ങൾക്ക് സുപരിചിതരായ കക്കിടിപ്പുറം ഉസ്താദ്, കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിതൻ ദീർഘമായി ദീനി ഇൽമ നേടുകയും ഭംഗിയായി ദർശനം നടത്തുകയും ആത്മീയ ലോകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ആത്മീയതയുടെ സകല മേഖലകളും കൈയെടുക്കാൻ സാധിക്കുകയും ചെയ്ത ഗുരുവര്യരായ കക്കിടിപ്പുറം ഉസ്താദ്
ഉസ്താദ് ഷെയ്ഖുനയുമായുള്ള ബന്ധം അഭേദ്യമായിരുന്നു. എനിക്കറിയാം ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ അബ്ദുൾ റസാഖ് മുസ്ലിയാർ കക്കിടപ്പുറത്തിന്റെ തൊട്ടുചാരത്ത് താമസിക്കുന്നു. ഒരു തവണ ചെന്നപ്പോ ഉസ്താദ് ഒരു സലാം പറഞ്ഞയച്ചു. കൂട്ടത്തിൽ പറഞ്ഞു, നമുക്ക് കക്കിടിപ്പുറത്ത് ഒന്ന് കാണാൻ പോകണം. ദറസിൽ നിന്ന് ശിഷ്യനായ അബ്ദുൾ റസാഖ് മുസ്ലിയാരോട് ഇത് പറഞ്ഞയക്കുന്ന ഉസ്താദുൽ അസാത്തിദയുടെ വാക്കുകൾ. അങ്ങനെ തന്നെ ചെന്ന് ബഹുമാനപൂർവ്വം കക്കിടിപ്പുറം ഉസ്താദിനോട് പറയുമ്പോ കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ ചോദിച്ചു, ഓറ് എന്നെ കാണാൻ ഇങ്ങോട്ട് വരികയോ? ഞാൻ അങ്ങോട്ട് പോവുകയല്ലാതെ നേരെ പുറപ്പെട്ടു, വൈകിയില്ല, ഇങ്ങോട്ട് വരാൻ അനുവദിച്ചുകൂടെന്ന് പറഞ്ഞ് ഇങ്ങ് ഒതുക്കുങ്ങളിലേക്ക് വന്ന് ഷെയ്ഖുനെ കണ്ട് ഷെയ്ഖുനക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഉപദേശങ്ങൾ അന്യോന്യം കൈമാറി തിരിച്ചു പോകുന്ന രംഗമാണ് നാം കാണുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുതിയാപ്പിള അബ്ദുറഹിമാൻ മുസ്ലിയാരെ കുറിച്ച് മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. കൊടും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും വെള്ളപ്പൊക്കം കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. രാജ്യം മുഴുവനും വെള്ളപ്പൊക്കത്തിൽ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജീവൻ നിലനിൽക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ബഹുമാന്യരായ പണ്ഡിത കേരളത്തിലെ ആത്മീയ ജ്യോതിസായിരുന്ന പുതിയാപ്പിള അബ്ദുറഹിമാൻ മുസ്ലിയാർ പാടത്തിറങ്ങി നിൽക്കുകയാണ്. തന്റെ നെഞ്ചുവരെ ഉയർന്നു നിൽക്കുന്ന വെള്ളത്തിൽ, അതും നിറഞ്ഞൊഴുകുന്ന ചളിവെള്ളത്തിൽ പാടത്തോ വയലിൽ ഒരു പണ്ഡിതൻ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നു. നീളക്കുപ്പായം, ഭംഗിയുള്ള തലപ്പാവ് മുഴുവനും വെള്ളത്തിൽ നനഞ്ഞു കുതിർന്നു നിൽക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ജോലി എന്നറിയുമോ? പാവപ്പെട്ട ചില ഉറുമ്പുകളുണ്ട്. ആ ഉറുമ്പുകൾ വെള്ളത്തിൽ കിടന്ന് ജീവന് വേണ്ടി പിടയുന്നു. ആ ജീവന് വേണ്ടി പിടയുന്ന ഉറുമ്പുകളെ രക്ഷപ്പെടുത്താൻ ആ വെള്ളപ്പൊക്കത്തിനകത്ത് തന്റെ തലപ്പാവഴിച്ച് മെല്ലെ അവയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പുതിയാപ്പിള അബ്ദുറഹിമാൻ മുസ്ലിയാരുടെ ഹൃദയത്തിന്റെ വിശാലതയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇടയ്ക്ക് ഞാനൊരു വാക്ക് അടിവരയിടുന്നു. ഈ ഒരു ഇസ്ലാമിക സമൂഹത്തെയാണ് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വാക്താക്കളായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നാം ഒരിക്കലും മറക്കരുത്. ഒരു കൊച്ചു ജീവി, അത് ഉറുമ്പാണെങ്കിൽ പോലും അതിന്റെ ജീവൻ ബലപ്പെട്ടതാണെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തരികയും താൻ പഠിച്ചത് പ്രവർത്തിക്കുകയും ചെയ്ത് കാണിച്ചു തന്ന ആ മഹാമനുഷ്യ ഉസ്താദുൽ അസാത്തിദയെ കണ്ടുമുട്ടുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ശൈലി അനുസരിച്ച് ഒരാവശ്യം വന്നാൽ സ്ഥലം നോക്കേണ്ടതില്ല, സമയം നോക്കേണ്ടതില്ല. കണ്ടപാടെ പറഞ്ഞു, മോനെ നിങ്ങൾ ദർസ് നടത്തണം, ദർസ് നടത്താനുള്ള ഇജാസത്ത് ഞാൻ നിങ്ങൾക്കിതാ തരികയാണ്. അതിനുള്ള ഇജാസത്ത് എന്റെ കയ്യിൽ മശായിഖന്മാരിലൂടെ ലഭിച്ചതുണ്ട്, നിങ്ങളെപ്പോഴും അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാതൊരു വിഷമവും കൂടാതെ അദ്ദേഹം ബഹുമാനപ്പെട്ട ശൈഖുനെ ഏൽപ്പിക്കുകയാണ്. എന്റെ കൂട്ടുകാർക്ക് അറിയാം, ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയ ബഹുമാനപ്പെട്ട മമ്മൂട്ടി മൂലർ പാപ്പ ഒരു തവണ പറഞ്ഞു, ദർസ് നടത്താനുള്ള ഇജാസത്ത് മശായിഖന്മാരിലൂടെ ഹബീബ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന സനദോടെ എന്റെ കയ്യിലുണ്ട്, നിങ്ങളെപ്പോലുള്ളവർക്ക് നൽകാനാണ്. അത് നൽകുകയും ബഹുമാനപ്പെട്ട ശൈഖുനയെ അതിനനുകൂലമായി രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുകയായിരുന്നു. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, ഇത്രയും ഉയർന്ന സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് വളരാൻ സാധിച്ചതിന്റെ പിന്നിൽ ആത്മീയ ഗുരുക്കളുടെ നിരന്തരമായ പിന്തുണയുണ്ടായിരുന്നു എന്നത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. മാത്രമായിരുന്നില്ല, ശൈഖുനാക്ക് ദറസിലുണ്ടായിരുന്ന ആത്മാർത്ഥത എത്ര വലുതായിരുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ബഹുമാനപ്പെട്ട ശൈഖുന ഒരു തവണ രോഗിയായി കിടക്കുന്നു. രോഗിയായ ശൈഖുനാക്ക് വല്ലാത്ത വിഷമം. പലപ്പോഴും വിഷമം കൊണ്ട് ശൈഖുനാക്ക് നടക്കാൻ കഴിയുന്നില്ല, ക്ഷീണിച്ചവശയാവുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന മുന്നിൽ ഒരു ശിഷ്യൻ കടന്നു വന്നു. ശിഷ്യന്റെ ആവശ്യം എന്താണെന്നറിയോ? നാളെയും മറ്റന്നാളെയും ലീവാക്കിയാൽ തൊട്ടടുത്ത ദിവസങ്ങൾ നമുക്ക് ആശൂറായുള്ള ദീപിന്റെ ദിവസങ്ങളാണ്. അപ്പോൾ ഒരാഴ്ചയോളം ശൈഖുനാക്ക് വിശ്രമിക്കാമല്ലോ. ശൈഖുന ഒന്ന് ലീവാക്കി വീട്ടിൽ പോയെങ്കിൽ എന്തേ കാരണം? രോഗത്തിന്റെ കടുപ്പം കൊണ്ട് വിഷമിക്കുന്നത് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ശൈഖുന ചോദിച്ചത്, കുട്ടികൾക്കൊക്കെ അങ്ങനെ അഭിപ്രായമുണ്ടോ? കുട്ടികളുടെ അഭിപ്രായം എന്താണ്? തന്റെ ശിഷ്യന്മാർ, ഇൽമു തേടാൻ വേണ്ടി വന്ന ശിഷ്യന്മാർ, അവരെ നിരാശപ്പെടുത്താൻ ഞാൻ എത്ര രോഗിയാണെങ്കിലും ഒരുക്കമല്ലെന്ന് പറയുന്ന ശൈഖുയുടെ മനസ്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട ശൈഖുനായുടെ ദർസിൽ ഒരു തവണ ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ വന്നു.
വടകര മുഹമ്മദ് ഹാജി തങ്ങൾ വന്നാൽ അദ്ദേഹം അഴിച്ചു വെക്കുന്ന ചെരുപ്പും അദ്ദേഹത്തിന്റെ വസ്ത്രവും ശൈഖുന നേരിട്ട് പോയിട്ട് അവയെടുത്ത് സൂക്ഷിക്കുന്ന രംഗം വല്ലാത്ത സന്തോഷകരമാണ്. ആദരവോടെ ബഹുമാനത്തോടെ ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ സ്വീകരിക്കുന്ന ശൈഖുനയാണ്. അതാ ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ശൈഖുന. അപ്പോഴാണ് വടകര മുഹമ്മദ് ഹാജി തങ്ങൾ ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നത്. പോകുന്ന പോക്കിലൊരു ചോദ്യം വരുന്നോ ഖിളിർ അലൈഹിസ്സലാമിനെ കാണാൻ. ഖിളിർ അലൈഹിസ്സലാമിനെ കാണാൻ വരുന്നോ എന്ന് ചോദ്യം കേട്ടാൽ ഉടനെ അതും താൻ വിശ്വസിക്കുന്ന 100% സത്യസന്ധമാണെന്ന് ഉറപ്പിക്കുന്ന ഒരു ഗുരുവരിൽ നിന്ന് കേട്ടാൽ ഇറങ്ങിയോടാത്ത ഒരു മുസ്ലിം ഉണ്ടായിരിക്കുമോ? ബഹുമാനപ്പെട്ട ശൈഖുന തല ഉയർത്തി പറഞ്ഞു, ഇല്ല. എന്തേ കാരണം? ഖിളിർ അലൈഹിസ്സലാമിനെ കാണാൻ കൊതിയില്ലാത്തത് കൊണ്ടല്ല. എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഏറ്റവും വലിയ അബദ്ധമെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ആ സമയത്ത് ശൈഖുന ദർസ് തുടർന്നത്. പക്ഷേ ചരിത്രത്തിന്റെ സാക്ഷ്യപത്രം മറ്റൊന്ന് വായിക്കാൻ നമ്മൾ നിർബന്ധിതമാക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന ഒരു തവണ ഹജ്ജിന് പോയി. ഹജ്ജിൽ ചെന്ന് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തു ഷരീഫിൽ അലാ ഖുബ്ബത്തുൽ ഖദറായിന്റെ തൊട്ടുചാരത്ത് സ്വർഗ്ഗത്തോപ്പിൽ ഇരിക്കുകയാണ്. ആ സ്വർഗ്ഗത്തോപ്പിൽ ഇരിക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നു. അദ്ദേഹം മുട്ടുകുത്തി നിന്നു. ശൈഖിനോട് പറഞ്ഞു, ഞാൻ ദുആ ചെയ്യുന്നു, നിങ്ങൾ ആമീൻ പറയണം. ദുആ ചെയ്യുന്നു, ആമീൻ പറയണമെന്ന് പറയുമ്പോ ശൈഖുനാക്കൊരു വിഷമമില്ല. നേരെ ദുആ ചെയ്യുന്നതിന് ആമീൻ ആമീൻ എന്ന് മനസ്സ് പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവസാനം പോകുമ്പോ ആ മനുഷ്യൻ തന്റെ കീശയിൽ ഏതാനും റിയാലുകൾ നൽകി തിരിച്ചുപോയി. ശൈഖുനാക്കാരെ ടെൻഷനായി. എന്നെ കണ്ടാൽ ഒരു ദരിദ്രനാണെന്ന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാണ് എന്റെ കീശയിൽ പണം നൽകിയത്? ഈ ടെൻഷൻ അവസാനിക്കുന്നത് നാട്ടിൽ തിരിച്ചെത്തിയപ്പോ തന്റെ ഗുരുവര്യരുടെ ഒരു ചോദ്യം, അങ്ങ് മദീനയിൽ നിന്ന് ബഹുമാനപ്പെട്ട റൗദ ഷരീഫിൽ നിന്ന് ഖിളിർ അലൈഹിസ്സലാമിനെ കണ്ടുവല്ലേ? ഖിളിർ അലൈഹിസ്സലാം നിങ്ങൾക്ക് പണം തന്നുവല്ലേ? നിങ്ങൾ ആലോചിക്കണം, ഖിളിർ അലൈഹിസ്സലാമിനെ കാണാൻ ദർസിന് വേണ്ടി നീക്കിവെച്ച സമയം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ചാൻസ് നേരിട്ട് ഇങ്ങോട്ട് വന്ന് നൽകാൻ ഖിളിർ അലൈഹിസ്സലാമിന് സാധിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട ശൈഖുന ഇൽമിന്റെ നിറമകുടമായി കേരളക്കരയിൽ ജീവിച്ചു. ആ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ ശിഷ്യന്മാർക്ക് നൽകാവുന്നതിനപ്പുറം സ്നേഹം നൽകാൻ ശൈഖുനാക്ക് സാധിച്ചു. ശൈഖുന തന്റെ ശിഷ്യഗണങ്ങളോട് ഹൃദയത്തിന്റെ അന്തരാളത്തിൽ സ്നേഹത്തിന്റെ ഏറ്റവും നല്ല ബാഷ്പങ്ങൾ നൽകി സ്വീകരിച്ചു. ശൈഖുനായുടെ ദർസ് ഇത്രയും ഖണ്ഡിതമായിരുന്നുവെങ്കിലും ആ ദർസിനിടയിലും തന്റെ ശിഷ്യന്മാരുടെ സ്നേഹവായ്പകളെ ശൈഖുന മറക്കുമായിരുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുനായുടെ ശിഷ്യന്മാർക്ക് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഉസ്താദുൽ അസാത്തിയെ മറക്കുവാനും ഉസ്താദുൽ അസാത്തിയെ കുറിച്ച് ഓർമ്മകൾ നിലനിർത്താതിരിക്കുവാനും സാധിക്കാത്ത വിധം സ്നേഹത്തിന്റെ നിറമഗുണമായി അവർ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമുക്കവിടെ വിലയിരുത്താൻ സാധിക്കും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കട്ടെ. ഒരു കാര്യം തീർച്ചയാണ്, ശൈഖുനയുടെ സദസ്സിൽ നിന്ന് പഠിച്ച് ഓരോരുത്തരും ചിന്തിക്കുന്നത് ശൈഖുനാക്ക് എന്നോട് വല്ലാത്ത സ്നേഹമാണ്, എന്നോട് വല്ലാത്ത ബഹുമാനമാണ്, എന്നോട് വല്ലാത്ത ആദരവാണ്. ആ ആദരവ് ഓരോരുത്തരോടുമാണ് എന്നത് എങ്ങനെ നികത്താൻ സാധിച്ചു എന്നതാണ് ശൈഖുനയുടെ കറാമത്തായി നമ്മുടെ മുന്നിൽ ഇപ്പോഴും ചോദ്യമായി നിലനിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കറിയുമോ ശൈഖുനയുടെ സത്യസന്ധയുടെ വലിപ്പം എത്രയാണെന്ന്? ശൈഖുന ഇഷ്ടപ്പെടാത്ത ഒരു പ്രവർത്തനം ഒരു തവണ ചെയ്യേണ്ടി വരികയാണ്. അതും ഒരു വാഗ്ദാനം നിറവേറ്റേണ്ടതിന്റെ പേരിൽ മാത്രം. ഒരു പ്രത്യേക സംഘടനയുടെ ഉന്നത സ്ഥാനത്ത് തനിക്കൊരിക്കലും താല്പര്യമില്ലായിട്ടും അവരോധിക്കപ്പെടേണ്ടി വന്നത് തന്റെ ഒരു ബഹുമാന്യരായ വ്യക്തിത്വത്തോട് നൽകിയ കരാർ പാലനത്തിനായിരുന്നുവെങ്കിൽ അതേ സംഘടനയിൽ നിന്ന് ഉടനെ രാജിവെച്ച് പുറത്തു വരുന്നത് തന്റെ ഉസ്താദിനോടുള്ള അദബ് പാലിക്കാൻ വേണ്ടിയായിരുന്നു. വളരെ വിനയാന്വിതനും ഒരിക്കൽ പോലും പ്രകോപിതനുമാകാത്ത എന്തു പ്രതിസന്ധികളെയും സരളമായ ഭാഷ കൊണ്ട് നേരിടാൻ കെൽപ്പുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാദ് പക്ഷേ ചില സമയങ്ങളിൽ ഭംഗിയായി പൊട്ടിത്തെറിക്കാറുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് ഒരു പ്രത്യേക നിബന്ധനയുണ്ട്, അത് ദീൻ നിലനിൽക്കണമെന്നതാണ്. ദീനിന്റെ യഥാർത്ഥ രൂപം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി വരുന്ന എല്ലാ മേഖലയിലും ശൈഖുന കൃത്യമായി പ്രതികരിക്കും.
ഫത്വ ചോദിക്കാൻ വരുന്നവരോട് എനിക്കറിഞ്ഞുകൂടാ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ഏറ്റവും അവകാശികളായ പണ്ഡിതന്മാരെ ചൂണ്ടിക്കാണിക്കുകയോ അവരുടെ കൂടെ പോയി ആ പണ്ഡിതന്മാരിൽ നിന്ന് അഭിപ്രായം വാങ്ങിക്കൊടുക്കുകയോ ചെയ്യാറുണ്ടായിരുന്ന ശൈഖുന, ആ ശൈഖുനയോട് ചോദിക്കാൻ വരുന്നവരൊക്കെ നിരാശരായി പോകുമ്പോഴും പഠിക്കാൻ വരുന്നവർ പൂർണ്ണമായും സംതൃപ്തരായി തിരിച്ചു പോകുമായിരുന്നു. മതം പഠിക്കാൻ വരുന്ന ആരെയും നിരാശരാക്കി തിരിച്ചയക്കുമായിരുന്നില്ല. അതേ സമയത്ത് ഖാലി പ്രശ്നം വന്നപ്പോ ശൈഖുന സത്യത്തിന്റെ കൂടെ ഉറച്ചു നിന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ മുന്നിലേക്ക് കടന്നു വന്ന ഖാദിയാലികളോട് ഒരു പക്ഷേ എങ്ങനെ പറഞ്ഞു ശൈഖുന എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഭാഷയിലാണ് പ്രതികരിച്ചത്. അതേ സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന തന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച നിമിഷങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ശൈഖുനെ കാണാൻ ഒതുങ്ങൽ പള്ളിയിലെത്തി. ഉസ്താദിന്റെ ഖുതുബഖാനയിൽ ഉസ്താദ് കിടക്കുകയാണ്. കണ്ണിലൂടെ കണ്ണുനീര് വീടുകൊണ്ടിരിക്കുന്നു. കുറെ സമയം പൊട്ടിക്കരഞ്ഞ് ഞാൻ നിശബ്ദനായി ശൈഖുയുടെ തൊട്ടുചാരത്ത് നിന്നു. രണ്ടുപേരും എനിക്ക് കുറെ സമയം കരഞ്ഞു. അവസാനം ശൈഖുന പറഞ്ഞു, ആ കാണുന്ന കിതാബുകൾ 3 മണിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ ഞാൻ എണീക്കുന്ന സമയത്ത്, ആ സമയത്ത് പോലും ഉറങ്ങാതെ ഓടിക്കൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ കിതാബുകളാണല്ലോ. ആ കിതാബുകൾ അടഞ്ഞു കിടക്കുന്നു. അതാലോചിക്കുമ്പോൾ എനിക്ക് കരയാതിരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ സത്യം സത്യം എപിയുടെ കൂടെ ആയതുകൊണ്ട് ആ സത്യത്തിന്റെ അപ്പുറത്തേക്ക് നിൽക്കാൻ എനിക്കാവില്ലല്ലോ. കാന്തപുരം പറഞ്ഞു എന്നതുകൊണ്ട് സത്യം സത്യമാവാതിരിക്കില്ലല്ലോ എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞ വചനങ്ങൾ ഞാൻ ഇപ്പോഴും ഹൃദയത്തിൽ ഓർത്തു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട ശൈഖുയുടെ ജീവിതത്തിൽ ആവേശം നൽകുന്ന എത്ര ചിത്രങ്ങളുണ്ട്. ശൈഖുയുടെ കൂടെ ഒരു ദിവസം താമസിച്ച ഒരാൾക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില നിമിഷങ്ങളുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞ് നേരെ സബക്കിലിരുന്ന് രാത്രി 10 മണി വരെ നീണ്ടുപോകുന്ന ആ സബക്കിൽ എന്തൊരു സന്തോഷമാണ്. ആർക്കും എന്തും ചോദിക്കാം, എല്ലാ ചോദ്യത്തിനും മറുപടിയുണ്ട്. മാത്രമല്ല ചോദിക്കുന്നതാണ് ശൈഖുനാക്കിഷ്ടം. കടുപ്പമുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോ ശൈഖുന മെല്ലെ ഒന്ന് പുഞ്ചിരിക്കും. എന്നിട്ട് ചോദിക്കും, നിങ്ങളത് ചോദിക്കണം, നിങ്ങളത് ചോദിക്കണം. നിങ്ങളുടെ കുടുംബം ഇന്നതാണല്ലോ, നിങ്ങളുടെ ഉത്തരം ഇന്നതാണല്ലോ. ശൈഖുന ആ ചോദ്യത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. ഭംഗിയായി വിശദീകരിച്ചു തീരുമ്പോ ഇനി സംശയങ്ങൾക്ക് വകയില്ലാത്ത വിധം വളരെ ലളിതമായി ഏത് ദഹനമായ വിഷയത്തെ നൽകാറുള്ള ബഹുമാനപ്പെട്ട ശൈഖുന രാത്രി 10 മണിക്ക് ശേഷം കിടന്നാൽ 3 മണിക്ക് കൃത്യമായി എണീറ്റിരിക്കും. ഒരൊറ്റ ദിവസം എണീക്കാതെ കിടന്ന ശൈഖുന പറയുന്നത്, എണീക്കാതിരിക്കുമ്പോ ആരോ ഒന്ന് എന്നെ വിളിച്ചുണർത്തി. ഞാൻ കതർ തുറന്ന് പുറത്തു നോക്കുമ്പോ വെളുത്ത തലപ്പാവ് വെച്ചൊരാള് നടന്നു പോകുന്നു. മറ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും കൃത്യമായി തന്നെ വിളിച്ചുണർത്താൻ ആളുകളെ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലാഹു. ബഹുമാനപ്പെട്ട ശൈഖുന 3 മണിക്ക് എണീറ്റിരുന്നാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ആ പാരായണം ആരംഭിച്ച് അവസാനിക്കുമ്പോഴേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും കരയാതിരിക്കാൻ കഴിയില്ല. ആ സമയത്ത് ശൈഖുനയുടെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുന്നു എന്ന് മാത്രമല്ല, നരകത്തിന്റെ ആയത്തുകൾ ശൈഖുന ഓതുന്നത് കേൾക്കുമ്പോ നാം നരകം നേരിൽ കാണുന്നത് പോലെ അനുഭവപ്പെടുന്നു. സ്വർഗം ഓതുമ്പോ സ്വർഗം ചോദിച്ചുകൊണ്ട് ശൈഖുന മുന്നോട്ട് പോകുന്നു. ഓരോ മസ്അലകളും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോ കൃത്യമായി നമ്മുടെ മനസ്സിലേക്ക് രൂപപ്പെട്ടു വരുന്നു. അങ്ങനെ മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിച്ചു സുബഹി വരെ ഖുർആൻ ഓതി വളായിഫുകൾ നിലനിർത്തി ജീവിതത്തിൽ ഒരു റവാത്തിബ് സുന്നത്ത് പോലും നഷ്ടപ്പെടുത്താതെ തന്റെ ജീവിതത്തിലെ ഒരു സെക്കൻഡെങ്കിലും, ഒരൊറ്റ സെക്കൻഡെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിലല്ലാതെ നഷ്ടപ്പെട്ടില്ലെന്ന് ധൈര്യമായി ഉറപ്പു പറയാൻ കഴിയുന്ന ആ വലിയ മനുഷ്യൻ പക്ഷേ എപ്പോഴും താഴ്മയോടെ പറയും, ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. ദുആ ചെയ്യണം, ഈമാൻ കിട്ടി മരിക്കാൻ ദുആ ചെയ്യണം, കൽബ് പ്രകാശിച്ചു മരിക്കാൻ ദുആ ചെയ്യണം. സാദാത്തുക്കളോട്, ആലിമീങ്ങളോട്, ആദരിക്കേണ്ടവരോട് എന്തൊരു അദബായിരുന്നു ശൈഖുനാക്ക്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. സ്വന്തം ശിഷ്യന്മാർ, തന്റെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാർ ഒരു സയ്യിദാണെങ്കിൽ അവർ ദുആ ചെയ്യണമെന്നത് ശൈഖുനായുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമായിരുന്നു, ആവശ്യമായിരുന്നു. മഹാനായ ശൈഖുന ആദരവിന്റെയും ബഹുമാനത്തിന്റെയും സകല ചിത്രങ്ങളും നമ്മുടെ മുന്നിൽ ഭംഗിയായി നൽകി. ആ വലിയ മനുഷ്യൻ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങി. ബഹുമാനപ്പെട്ട ശൈഖുനായുടെ ആദ്യ കാലഘട്ടത്തിൽ
ഉമ്മയിൽ നിന്ന് ലഭിച്ച അനന്തരാവകാശം കൊണ്ട് വിറ്റുണ്ടാക്കിയ പണം കൊണ്ടാണ് ഷെയ്ഖുന ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തി, ആ ഹജ്ജിന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇല്ലുകയാണ്. ഞാൻ നിങ്ങളും പോകുന്നത് പോലെയല്ല. ഓരോ യാത്രയിലും ഓരോ പഠനങ്ങൾ, നിർദ്ദേശങ്ങൾ, വിവരങ്ങൾ സമ്പാദിച്ചുകൊണ്ടുള്ള യാത്ര. ഖന്തക്കിലെത്തിയ ഷെയ്ഖുന ചിന്തിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുന ഉമർ അൽ ഫാറൂഖ്, സയ്യിദുന അലി ഇബ്നു അബീ താലിബ്, ഫാത്തിമത്തു സഹ്റ തുടങ്ങിയ 7 പ്രമുഖരായ സ്വഹാബികൾ അവരുടെ പേരിൽ അറിയപ്പെടുന്ന പള്ളികൾ തൊട്ടുചാരത്ത് നിൽക്കുന്നു. നിസ്കരിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നെങ്കിൽ ഒരു പള്ളി മാത്രം മതിയല്ലോ. എന്തിനാണ് ഇവിടെ 7 പള്ളികൾ, 7 പ്രധാനപ്പെട്ട പള്ളികൾ എന്തിനാണ് ഇവിടെ നിലനിൽക്കുന്നത്? ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഷെയ്ഖുവിന്റെ കൽബിലേക്ക് ഒരു ഹദീസ് കടന്നു വന്നു. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയാൽ അവർക്കൊരു വീട് അല്ലാഹു സ്വർഗത്തിൽ ഉണ്ടാക്കും. ആ ലക്ഷ്യം വെച്ചാണ് ഈ മഹാപണ്ഡിതർ, സ്വഹാബികൾ, മഹാമനുഷ്യർ ഇങ്ങനെ പള്ളികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും എനിക്കും സ്വർഗത്തിൽ ഒരു വീട് വേണ്ടേ, എനിക്കും സ്വർഗത്തിൽ ഒരു വീട് വേണ്ടേ. നാട്ടിലെത്തിയാൽ എനിക്കൊരു പള്ളി ഉണ്ടാക്കാൻ കഴിയണം. ആത്മാർത്ഥമായി കഅബ ഷരീഫിന്റെ തിരു സാന്നിധ്യത്തിൽ നിന്ന്, മുൽത്തഖമിൽ നിന്ന് ഷെയ്ഖുനെ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് പറഞ്ഞു. നേരെ നാട്ടിലെത്തിയപ്പോ ആദ്യത്തെ അന്വേഷണം, ബാക്കിയുള്ള ചെറിയൊരു കാശുണ്ട്, ആ കാശ് കൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കാൻ സ്ഥലം വേണം. ഷെയ്ഖുന പള്ളിക്ക് സ്ഥലം കണ്ടെത്തി. നാട്ടുകാരും കൂട്ടുകാരും ചോദിച്ചു, മോനെ താമസിക്കാൻ ഒരു കൂര വേണ്ടേ, ഒരു വീട് വേണ്ടേ? ഷെയ്ഖുന പറഞ്ഞു വേണം. ഷെയ്ഖുന യഥാർത്ഥത്തിൽ വീടുണ്ടാക്കുകയായിരുന്നു. അത് തനിക്ക് സ്വർഗത്തിൽ താമസിക്കാനുള്ള വീടായിരുന്നു. അതുറപ്പിച്ച് വേണം ഈ ഭൂമി ലോകത്തെ ചെറിയ ലോകത്തേക്ക് വീടുണ്ടാക്കാൻ ഷെയ്ഖുന തീരുമാനിച്ചതാണ്. ആദ്യമായി പള്ളിപ്പണി ആരംഭിച്ചു. ആ പള്ളിപ്പണി ഒതുക്കുന്നതിൽ നിന്ന് കുഴിപ്പുറത്തേക്ക് പോകുന്നതിനിടക്ക് ഒരു ചെറിയ ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൊച്ചു സ്ഥലത്താണ് ആ പള്ളിപ്പണി ഏകദേശം ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറെ കുട്ടികളെത്തി. കുറെ കിതാബുകൾ കോളേജിലേക്ക് പോകാൻ ഓതി തീർക്കേണ്ടതുണ്ട്. ഇവിടെ ഏതായിരുന്നാലും പള്ളിപ്പണി നടക്കുകയാണ്. ഷെയ്ഖുനാക്കിന് അല്പം ഒഴിവുണ്ടല്ലോ, ഇവിടെ വെച്ച് ദർസ് ആരംഭിക്കാൻ. തറയിൽ നിന്ന് തന്നെ ആരംഭിക്കുന്ന ദർസ് അതാണ് ഇന്നും ഇഹ്യാഉസ്സുന്ന, ജാമിഅ ഇഹ്യാഉസ്സുന്നയെ വ്യതിരക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. പഴയ ദർസ് സിലബസ് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് ഇപ്പോഴും ആ പള്ളിയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ മുസ്ലിയാർ ഷെയ്ഖുന നേരിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങി വന്ന പാട് ഏൽപ്പിച്ചിരിക്കുന്ന പണ്ഡിതൻ ഇന്നും മരിച്ചു പിരിയുക എന്ന ലക്ഷ്യത്തോടുകൂടി അതേ പള്ളി ദർസിൽ പരിഭവങ്ങളില്ലാതെ തുടർന്ന് വരുന്ന ദർസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അഭിമാനകരമായി, ആവേശകരമായി, അനുകരണീയമായി. അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാദിദ ആരംഭിച്ച ആ ദർസ് വളരുന്നതിനനുസരിച്ച് പള്ളി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു പ്രതിസന്ധി, പള്ളിപ്പണിക്ക് പണമില്ല. ഷെയ്ഖുനാക്ക് അന്നും വഫാത്ത് വരെയും പണം പിരിക്കാൻ അറിയുമില്ല. ആരോടും ചോദിക്കുന്നത് ഷെയ്ഖുന ലജ്ജയാണ്. മഹാനായ ഷെയ്ഖുന ആദ്യമായി പ്രതിസന്ധി വന്നപ്പോൾ സമീപിച്ചത് തന്റെ ഭാര്യയാണ്. ഭാര്യയോട് ചോദിച്ചു, നിന്റെ ചിറ്റ് തരുമോ പള്ളിപ്പണി പൂർത്തിയാക്കാൻ, പള്ളിയുടെ മുകൾ ഭാഗം എടുക്കാൻ? അല്ലാഹു അതിനേക്കാൾ നല്ല ചിറ്റു നിനക്ക് നൽകുമെന്ന് പറയുമ്പോ ഷെയ്ഖുനായുടെ ഭാര്യ, കേരളീയ മുസ്ലിങ്ങൾക്ക് അഭിമാനത്തിന്റെ എണ്ണങ്ങൾ കാഴ്ചവെച്ച ഇഹ്യാസുന്നയ്ക്ക് ഏറ്റവും കടപ്പെട്ടു നിൽക്കുന്ന ഒരു പെൺകുട്ടി തന്റെ കാതിലെ ചിറ്റുകൾ അഴിച്ചു കൊടുത്തു. അങ്ങനെയാണ് ആ പള്ളി പൂർത്തിയാകുന്നത്. പള്ളിപ്പണി പൂർത്തിയായപ്പോ ഷെയ്ഖുന ആരംഭിച്ച ആ ഇടക്കാല ദർസ് അവസാനിക്കാറായി. അപ്പോഴാണ് കോടൂർ മജീദ് മുസ്ലിയാർ വരുന്നത്. ഷെയ്ഖുയുടെ കൂടെ ഹജ്ജിന് ആധ്യാത്മികമായ ആ യാത്രയ്ക്ക് സഹകാരിയായി ഉണ്ടായിരുന്ന മജീദ് മുസ്ലിയാർക്ക് ഒരാവശ്യം, ഞാൻ ഈ പള്ളിയിൽ ദർസ് തുടങ്ങട്ടെ. ഷെയ്ഖുന പറഞ്ഞു, സ്ഥലമില്ലല്ലോ, സൗകര്യമില്ലല്ലോ, ഭക്ഷണത്തിന് മാർഗമില്ലല്ലോ. മജീദ് മുസ്ലിയാരെ പറഞ്ഞു, ഭക്ഷണം വേണ്ട, സ്ഥലം വേണ്ട, സൗകര്യം വേണ്ട, നിങ്ങളുടെ സമ്മതം മതി. ബഹുമാനപ്പെട്ട ഷെയ്ഖുന സമ്മതം കൊടുത്തു. 30 കുട്ടികളെ വെച്ച് മജീദ് മുസ്ലിയാരുടെ ദർസ് ആരംഭിക്കുകയാണ്. ഭക്ഷണം തരാൻ ആളുകളില്ല, ശമ്പളം തരാൻ ആളുകളില്ല, സൗകര്യത്തിന് ആളുകളില്ല. കഴിയുന്നത്ര അയൽവാസികളൊക്കെ സഹകരിച്ചുവെങ്കിലും ബഹുമാനപ്പെട്ടവരുടെ 30 കുട്ടികൾക്ക് മുസ്താദം നൽകാൻ മാർഗമില്ലാതിരുന്നു അവിടെ. എന്നാലും മജീദ് മുസ്ലിയാർ വാശിയോടെ ദർസ് തുടരുകയാണ്.
എന്തേ കാരണം? ഒരു തവണ ഷെയ്ഖുന വന്നു, നമുക്ക് ഈ സ്ഥാപനത്തിന് ഒരു പേര് വിളിക്കണം. കാരണം ഷെയ്ഖുനായുടെ ദർസ് കുഴിപ്പുറത്ത് ആദ്യമായി ആരംഭിച്ചപ്പോ സിറാജുൽ ഉലൂം എന്ന് അതിന് നാമകരണം ചെയ്തിരുന്നു. അതേ പേര് തന്നെ ഇങ്ങോട്ട് മാറ്റിയെടുക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് ഷെയ്ഖുന ഇത് പറയുന്നത്. ഉടനെ മജീദ് മുസ്ലിയാർ അദബ് പരിഗണിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, നമുക്ക് ഇഹ്യാ സുന്ന എന്ന് പേര് നൽകാം. ഷെയ്ഖുന ചോദിച്ചു, ഇഹ്യാ സുന്ന എന്ന് പേര് നൽകുകയോ? എന്തേ കാരണം? ഞാൻ മദീനത്തു ഷരീഫിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു സ്വപ്നം കണ്ടു. അത് വലിയൊരു സ്ഥാപനത്തിൽ ഞാൻ മുദരിസായി ദർസ് നടത്തുന്നതാണ്. ആ ദർസിന്റെ പേര് ഇഹ്യാ സുന്ന എന്നായിരുന്നു. ഷെയ്ഖുന ആ സമയത്ത് ചോദിച്ചു, ഇതൊരു ചെറിയ ദർസല്ലേ? നിങ്ങൾ കണ്ടത് വലിയൊരു ദർസല്ലേ? ബഹുമാനപ്പെട്ട ഷെയ്ഖുനയോട് മജീദ് മുസ്ലിയാർ പറഞ്ഞു, ഈ സ്ഥാപനം വലുതാവാമല്ലോ, ആ വലിയ സ്ഥാപനത്തിന് ഇഹ്യാ സുന്ന എന്ന് പേരുണ്ടാവാമല്ലോ. അങ്ങനെയാണ് ഇഹ്യാ സുന്ന മദീനത്തു ഷരീഫിൽ നിന്ന് ലഭിച്ച നിർദ്ദേശമനുസരിച്ച് ജന്മമെടുക്കുന്നതെങ്കിൽ ആ ഇഹ്യാ സുന്ന വളരുകയായിരുന്നു, വികസിക്കുകയായിരുന്നു. ഒരു വലിയ സ്ഥാപനമായി വളർന്നപ്പോ 1992 ഇഹ്യാ സുന്നയിൽ ബിരുദം നൽകുന്ന മഹത്തായ ശരീഅത്ത് കോളേജായി ഉയരുകയും ആ ഇഹ്യാ സുന്നയിൽ നിന്ന് കഴിഞ്ഞ 18 വർഷത്തിനിടക്ക് 1000-ഓളം ഹസ്സനിമാർ കേരളത്തിൽ ദീനീ പ്രബോധന രംഗത്ത് സജീവമായി നിലകൊള്ളുകയും ചെയ്യുന്നു എന്നത് അഭിമാനകരമാണ്. ഇഹ്യാ സുന്ന ഇനിയും വളരുകയാണ്. ഈ വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിൽ ആദ്യമായി വ്യവസ്ഥാപിതമായ രൂപത്തിൽ ആരംഭിക്കാനിരിക്കുന്ന റിസർച്ച് സെന്റർ കേരളത്തിന് ചില പുതിയ ചിത്രങ്ങൾ നൽകും, മുന്നേറ്റങ്ങൾ നൽകും, നവോത്ഥാന രംഗത്ത് പുതിയ ഏടുകൾ നൽകുമെന്ന് തീർച്ചയായും നാം പ്രതീക്ഷിക്കുന്നു. ഇഹ്യാ സുന്നക്ക് നേടാൻ കഴിഞ്ഞത് എന്താണ്? ഓർത്തു നോക്കൂ, കേരളത്തിലെ ഇന്നറിയപ്പെട്ട ദർസുകൾ, ആ ദർസുകൾക്ക് മുഴുവനും ജന്മം നൽകിയത് ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാദിദയാണെങ്കിൽ ഇഹ്യാ സുന്നയിൽ നിന്ന് പുറത്തിറങ്ങുന്ന അഹ്സനിമാരിൽ നല്ലൊരു ശതമാനം പ്രഗത്ഭ മുദരിസന്മാരായി തന്നെ തുടരുന്നു എന്നത് സന്തോഷകരവും അഭിമാനകരവുമായി ഈ സമയത്ത് നമ്മൾ സ്മരിക്കുകയാണ്. ഇഹ്യാ സുന്നയിൽ നിന്നിറങ്ങിയ പകര മുഹമ്മദ് അഹ്സനി മാത്രം മതി നമുക്ക് ചെറിയൊരു ഉദാഹരണത്തിന് നമുക്ക് ചിന്തിച്ചെടുക്കാൻ. പകര മുഹമ്മദ് അഹ്സനി എന്ന ഒരു സാധാരണ പണ്ഡിതൻ കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഇന്ന് നിറഞ്ഞു നിൽക്കുന്നു എന്നത് ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് പറയുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത്തരം നൂറുകണക്കിന് അഹ്സനിമാർ ദർസീ രംഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഷെയ്ഖുനയുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് നമ്മുടെ അഹ്സനി കുട്ടികൾ എന്ന് ഉച്ചരിക്കുമ്പോൾ കേരളത്തിലെ വിദഗ്ധത്തിന്റെ കോട്ടകൊത്തളങ്ങൾ ഞെട്ടിവേർക്കുന്ന രംഗം കേരളം കണ്ടതാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ജാമിയ ഇഹ്യാ സുന്നയുടെ ഗോൾഡൻ ജൂബിലി 19-ാം തീയതി ആരംഭം കുറിക്കുമ്പോ അതൊരു വലിയ മഹാസംഗമമായി മാറുമെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പണ്ഡിത കേരളത്തിന്റെ ആത്മീയ ജ്യോതിസുകളുടെ ആ ഒത്തുകൂടൽ കേരളത്തിൽ വരുത്താനിരിക്കുന്ന പുതിയ ചിത്രങ്ങളെക്കുറിച്ചാണ് നാം ഇവിടെ സംസാരിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തിയുടെ മനസ്സിന്റെ സ്വപ്നം പോലെ ഇഹ്യാ സുന്ന വളർന്നു വരുമ്പോ ഉസ്താദുൽ അസാത്തിദ വരച്ചു തന്ന പാഠങ്ങൾ നാം ഒരിക്കലും മറക്കാതിരിക്കുക. ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ ശിഷ്യ പരമ്പരയിൽ ആവേശപൂർവ്വം നാം എടുത്തു പറയേണ്ട പ്രമുഖ പണ്ഡിതൻ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷരായ ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ മുസ്ലിയാർ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുലൈമാൻ ഉസ്താദ് നിറഞ്ഞ പാണ്ഡിത്യവും അതിലേറെ ആത്മീയതയും സൂക്ഷ്മതയും വറവും പ്രബോധന താല്പര്യവും സംഘടനാ ബന്ധവും ഒരേ സമയത്ത് നിലനിർത്തുന്ന മഹാപ്രതിഭയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കേരളം ഇന്ന് സന്തോഷത്തിലാണ്, കേരളം ഇന്ന് സന്തുഷ്ടിയിലാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദുൽ അസാത്തിദ കേരളത്തിന് സമ്മാനിച്ചിരിക്കുന്ന പണ്ഡിത പ്രതിഭകളെ ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ ആവേശകരമായ ചിത്രങ്ങളാണ് നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കുക. കേരളത്തിലെ പ്രമുഖ പണ്ഡിതന്മാരായ കോട്ടൂർ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, തിരുവരങ്ങാടി ബാപ്പു മുസ്ലിയാർ, ബാബ മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖ പണ്ഡിതർ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ ശിഷ്യ പരമ്പരയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വഫാത്തായി പോയ കേരളത്തിലെ പ്രധാനപ്പെട്ട പണ്ഡിത ഗുരുക്കൾ മുഴുവനും ഷെയ്ഖുനയുടെ ശിഷ്യ പരമ്പരയിൽ കടന്നു വരുന്നു എന്നത് പ്രത്യേകമായി നാം ഓർക്കേണ്ടതുണ്ട്. കേരളത്തിലെ
ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഷെയ്ഖുയുടെ ശിഷ്യ പരമ്പരയിലെ ശിഷ്യന്റെ ശിഷ്യനായി വരുന്നുവെന്നതും ഇന്ന് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പണ്ഡിത സാന്നിധ്യത്തിലെ പ്രഗത്ഭരായ നേതൃത്വങ്ങൾ മുഴുവനും ഇതേ രൂപത്തിൽ കടന്നു വരുന്നുവെന്നതും നാം തീർച്ചയായും സ്മരിക്കേണ്ടതുണ്ട്. ഷെയ്ഖുനയുടെ ശിഷ്യ സമ്പത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഇന്ന് കേരളത്തിന്റെയല്ല ഇന്ത്യയുടെ മുസ്ലിം ഇന്ത്യയുടെ ആധികാരിക ശബ്ദമാണെന്ന് ആർക്കും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. 16 രാഷ്ട്രങ്ങളിലെ ഇസ്ലാമിക പണ്ഡിത സമൂഹത്തെ സംഘടിപ്പിക്കുകയും അവർക്ക് നേതൃത്വം നൽകുകയും ചെയ്ത് സമൂഹത്തിന് അനിവാര്യമായ ദിശയിലേക്ക് ലോക മുസ്ലിങ്ങളെ ഏകീകരിപ്പിക്കുന്നതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാമനുഷ്യക്ക് അള്ളാഹു കരുത്തു നൽകുമാറാവട്ടെ എന്ന് ഈ സമയത്ത് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് വളരെ വിനയപൂർവ്വം താഴ്മയോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തിദ നമുക്ക് നൽകിയൊരു വികാരമുണ്ട്. തന്റെ ജീവിതത്തിൽ താൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ദീനിന്റെ വളർച്ച, ആ വളർച്ച അഹ്ലു സുന്നത്തിന്റേത് മാത്രമാണ് മഹാനായ ഷെയ്ഖുന നമ്മോട് തെളിയിച്ചു പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെ സംഘടനാ രംഗത്തേക്ക് സമ്മാനിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തിദയായിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തിദയുടെ അവസാനത്തെ വേദി കോട്ടക്കലിലെ പണ്ഡിത വേദിയിലാണ്. ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ മുന്നിൽ നിന്ന് വിറച്ചു പ്രാർത്ഥന പൂർത്തീകരിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുന വിഷമിച്ചുകൊണ്ട് അവസാനമായി പറഞ്ഞു തീർത്ത വചനങ്ങൾ, മൈക്കിലൂടെ തന്റെ ജീവിതത്തിലെ അവസാന വാക്കുകൾ ഈ പണ്ഡിത സമൂഹം മുഴുവനും കാന്തപുരത്തിന്റെ കൂടെയാണെങ്കിൽ, ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ APയുടെ കൂടെയാണെങ്കിൽ ഞാനും APയുടെ കൂടെയാണ് എന്ന ഷെയ്ഖുനായുടെ വചനങ്ങൾ ഒരു വലിയ സന്ദേശം നമുക്ക് നൽകുന്നു. AP എന്ന ഷെയ്ഖുയുടെ വചനത്തിലെ വാക്കുകൾ ഒരു വ്യക്തിയെ പ്രതിനിധാനം ചെയ്യുന്നില്ല, ഒരു പ്രസ്ഥാനത്തെ, ഒരാശയത്തെ, ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കേരളത്തിലെ പണ്ഡിത പ്രമുഖരായ ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ ശിഷ്യഗണങ്ങളിൽ പ്രമുഖരായ മുഴുവൻ ആളുകളും ബഹുമാനപ്പെട്ട പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടിത ശക്തിയുടെ കൂടെ നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുകയും അഹ്ലുസുന്നയുടെ മുന്നേറ്റത്തിന് കഠിനാധ്വാനം ചെയ്യാൻ ഷെയ്ഖുയുടെ താൽപര്യമനുസരിച്ച് നാം പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി, മഹാനായ ഷെയ്ഖുന ഉസ്താദുൽ അസാത്തിദയുടെ ആത്മീയമായ ശക്തി കൊണ്ട് റഹ്മാനായ റബ്ബ് വളർത്തിത്തന്ന പരിശുദ്ധമായ ദീനീ പ്രബോധക സംവിധാനമായ ജാമിയ ഇഹ്യാ സുന്നയെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും നിങ്ങൾക്കാവണമേ എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നാടിന്റെ നാനാഭാഗത്തു നിന്നും ഇന്നലകളിൽ ലഭിച്ചിരിക്കുന്ന ആത്മാർത്ഥമായ സഹായം, അതാണ് ഈ സ്ഥാപനത്തിന്റെ വളർച്ച, ഈ സ്ഥാപനത്തിന്റെ ഉയർച്ച. സ്വന്തം വീട്ടിൽ ഭക്ഷണം വെക്കാനുണ്ടായിരുന്ന അരിയെടുത്ത് ഷെയ്ഖുന കൊണ്ടുപോയി വളർത്തിയെടുത്ത ഒരു സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ നൽകുന്ന സഹായത്തിനു പകരം ആ ഖബർ ഷരീഫിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുന്നതോടൊപ്പം ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുയുടെ ശിഷ്യന്മാർ നിങ്ങൾക്ക് വേണ്ടി എന്നും ദുആ ചെയ്യുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, റഹ്മാനായ റബ്ബ് ആ വലിയ മനുഷ്യനെ, ബഹുമാനപ്പെട്ട ആത്മീയ ഗുരുവിനെ, ഉസ്താദുൽ അസാത്തിദയെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും അതിന്റെ ബർക്കത്തുകൊണ്ട് സ്വർഗത്തിൽ ഒരുമിച്ചു കൂടുവാനും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജാമിയ ഇഹ്യാ സുന്നയുടെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് 19-ാം തീയതി മുതൽ 21-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനം, ആത്മീയ സമ്മേളനം, ഉസ്താദുൽ അസാദിൽ ശിഷ്യ സംഗമം, പ്രാസ്ഥാനിക സമ്മേളനം, പൊതുസമ്മേളനം തുടങ്ങിയ ഒട്ടുവരെ സെഷനുകളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഉന്നത പ്രതിഭകളും പണ്ഡിത പ്രമുഖരും ഒത്തൊരുമിച്ചു കൂടുമ്പോൾ ആ മഹാസംഗമത്തിൽ വരനെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യും. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.